أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما. يا رب بالمصطفى بلغ مقاصدنا واغفر واسع الكرم. അത്യാദരണീയരായ ഈ ജമാഅത്ത് പ്രസിഡന്റ് ബഹുമാനപ്പെട്ട സുലൈമാൻ ജ, മറ്റു കമ്മിറ്റി ഭാരവാഹികൾ, ബഹുമാനപ്പെട്ട സദർ ഉസ്താദ്, മറ്റു ഉസ്താദുമാർ, മോണ്ടുകൊള്ളി SSF യൂണിറ്റ് പ്രസിഡന്റ്, മറ്റു കമ്മിറ്റി ഭാരവാഹികൾ, അതുപോലെ തന്നെ മോണ്ടുകൊള്ളി SYS പ്രസിഡന്റ് ബഹുമാനപ്പെട്ട റഷീദ് സാഹിബ്, അതുപോലെ തന്നെ മറ്റു സുന്നത്ത് ജമാഅത്തിന്റെ കർമ്മധീര പ്രവർത്തകർ, മുമ്പിലിരിക്കുന്ന മുഅ്മിനീങ്ങൾ, ഉമ്മ സഹോദരിമാർ, ഇൻഷാ അല്ലാഹ് ബഹുമാനപ്പെട്ട ത്വാഹ തങ്ങളുടെ നേതൃത്വത്തിൽ നല്ല ഒരു ബുർദ മജ്ലിസാണ് ഇവിടെ തുടങ്ങാൻ പോകുന്നത്. അപ്പൊ അവിടെ ഇവിടൊക്കെ നിൽക്കുന്ന ആളുകൾ ഈ മജ്ലിസിൽ വന്നുകൊണ്ടിരുന്ന് നിങ്ങൾ സഹകരിക്കണം. ഇവിടുത്തെ SSFന്റെ കീഴിൽ ഈ നടത്തപ്പെടുന്ന മജ്ലിസ് ബുർദ ഇതൊരു സാധാരണ മജ്ലിസ് അല്ല. ഒരു മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം ബുർദയാണെന്ന് പറയാത്ത മഹാന്മാരില്ല. ബുർദ ചൊല്ലിക്കൊണ്ട് നേടാത്ത സ്ഥാനങ്ങളില്ല, തീരാത്ത പ്രശ്നങ്ങളില്ല. നമുക്കറിയാം ഈ ബുർദ, നിങ്ങൾ ചിന്തിച്ചു, മഹത്തായ ഈ ബുർദ ആരാണ് ബുർദ ഉണ്ടാക്കിയത്? മഹാനായ ഇമാം ബൂസൂരി റഹ്മത്തുള്ളാഹി അലൈഹി. ബസറയിലെ ബൂസീർ എന്ന് പറയുന്ന ഒരു നാടാണ്. ആ നാട്ടിലേക്ക് ചേർത്തിക്കൊണ്ടാണ് ഇമാം ബൂസൂരി എന്ന് പറയുന്നത്. ആ മഹാൻ ഇമാം ബൂസൂരി റഹ്മത്തുള്ളാഹി അലൈഹി ഈ ബുർദ ഉണ്ടാക്കാൻ തന്നെ കാരണം ഈ ബുർദ ഇപ്പൊ ഈ അടുത്ത് തുടങ്ങിയതല്ലോ, എത്രയോ വർഷങ്ങൾക്ക് മുൻപാണ് ഈ ബുർദ തുടങ്ങിയത്. ആ ബുർദ ഇന്നും ഇന്ത്യയിൽ മാത്രമല്ല, മക്കയിലും മദീനയിലും യമനിലും മിസ്റിലും വിവിധ രാജ്യങ്ങളിൽ നിരന്തരം ബുർദ ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്. ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമ EP ഉസ്താദ്, ബഹുമാനപ്പെട്ടവരുടെ മർക്കസിൽ ബുർദ ചൊല്ലാത്ത ദിവസമില്ല, മറ്റു സ്ഥാപനങ്ങളിൽ ബുർദ ചൊല്ലാത്ത ദിവസമില്ല. എല്ലാ ദിവസവും ബുർദ നേർച്ചയാക്കി ചൊല്ലുന്നവരുണ്ട്. അപ്പൊ സാധാരണ ഒരു മൗലിദ് പോലെയോ മറ്റു മദ്ഹുകളുടെ വരികളെ പോലെയോ അല്ല ബുർദ. ബുർദക്ക് വലിയ സ്ഥാനമുണ്ട്, വലിയ ബർക്കത്തുണ്ട്. ബുർദ വലിയൊരു മരുന്നാണ്. കാരണം അത് തുടങ്ങാൻ തന്നെ കാരണം അതിന്റെ മഹാന്മാർ വിശദീകരിച്ചതായി കാണാം. മഹാനായ ഇമാം ബൂസൂരി റളിയല്ലാഹു അൻഹു മഹാനവരുകളും
ഇബ്നു അത്തായില്ലാഹിൽ സിക്കന്ദരി റളിയല്ലാഹു അൻഹു, മഹാനായ ഇമാം ഇബ്നു അത്തായി സിക്കന്ദരി റളിയല്ലാഹു അൻഹു, മഹാനായ യാഖൂത്തുൽ അർശ് റളിയല്ലാഹു അൻഹു, ഈ മൂന്ന് മഹാന്മാർ ആരൊക്കെയാണ്? ബഹുമാനപ്പെട്ട ഇമാം ബൂസൂരി റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ട ഇബ്നു അത്തായില്ലാഹി സിക്കന്ദരി റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ട യാഖൂത്തുൽ അർശ് റളിയല്ലാഹു അൻഹു, വലിയ മഹാന്മാരാണ്. ഈ മൂന്ന് മഹാന്മാർ ആരുടെ ശിഷ്യനാണ്? മഹാനായ അബുൽ അബ്ബാസുൽ മുർസി റളിയല്ലാഹു അൻഹു. അബുൽ അബ്ബാസിൽ മുർസി റളിയല്ലാഹു അൻഹുവിന്റെ ശിഷ്യന്മാരാണ്. ആരാണ് അബുൽ അബ്ബാസുൽ മുർസി റളിയല്ലാഹു അൻഹു? വലിയ മഹാനാണ്. ബഹുമാനപ്പെട്ട അബുൽ ഹസൻ ശാദുലി റളിയല്ലാഹു അൻഹുവിന്റെ കുടുംബത്തിൽപ്പെട്ട അബുൽ ഹസൻ ശാദുലി, മഹാനവരുകളുടെ മുരീദുമായ അബുൽ അബ്ബാസിൽ മുർസി റളിയല്ലാഹു അൻഹു വലിയ മുറബ്ബിയായ ശൈഖാണ്. ആ അബുൽ അബ്ബാസിൽ മുർസി റളിയല്ലാഹു അൻഹു ഒരു ദിവസം ഈ മൂന്ന് പേരെ വീട്ടിലേക്ക് വിളിച്ചു. ആരൊക്കെയാണ്? ബഹുമാനപ്പെട്ട ഇമാം ബൂസൂരി, ഇബ്നു അത്തായില്ലാഹി സിക്കന്ദരി, ബഹുമാനപ്പെട്ട യാഖൂത്തുൽ അർശ് റളിയല്ലാഹു അൻഹു. ഈ മൂന്ന് മഹാന്മാരെ അബുൽ അബ്ബാസുൽ മുർസി റളിയല്ലാഹു അൻഹു വീട്ടിലേക്ക് വിളിക്കുകയാണ്. എന്നിട്ട് ഈ മൂന്ന് വലിയകളോട് പറയാണ്, ഇസ്അലൂ മാ ശിഅ്തും യുഹഖ്ഖിഖു ലക്കുമുല്ലാഹ്. ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട അബുൽ അബ്ബാസിൽ മുസ്രി റളിയല്ലാഹു അൻഹു പറയാണ്. ആരോടാ പറയുന്നത്? ബഹുമാനപ്പെട്ട ഇമാം ബൂസൂരി തങ്ങളോടും ഇബ്നു അത്തായില്ലാഹി സിക്കന്ദരി റളിയല്ലാഹു അൻഹുവിനോടും ബഹുമാനപ്പെട്ട യാഖൂത്തുൽ അർശ് റളിയല്ലാഹു അൻഹു പറയാണ്, ഇസ്അലൂ മാ ശിഅ്തും, നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചോദിച്ചോ, ഞാൻ തരാം. സുബ്ഹാനല്ലാഹ്. ബഹുമാനപ്പെട്ട അബുൽ അബ്ബാസിൽ മുസ്രി റളിയല്ലാഹു അൻഹുവിന് അങ്ങനെ കൊടുക്കാൻ അധികാരം അല്ലാഹു കൊടുത്തിട്ടുണ്ട്. അബുൽ അബ്ബാസുൽ മുർസി റളിയല്ലാഹു അൻഹുവിന് അങ്ങനെ കൊടുക്കാൻ അല്ലാഹു അധികാരം കൊടുത്തിട്ടുണ്ട്. ഗൗസുൽ ആലം തങ്ങൾ ഒരൊറ്റ നോട്ടം കൊണ്ട് ഒന്നും അല്ലാത്ത ആളെ വലിയ ഒരു വലിയാക്കിയില്ലേ എന്നതുപോലെ അബുൽ അബ്ബാസുൽ മുർസി റളിയല്ലാഹു അൻഹുവിന് വലിയ സ്ഥാനം അല്ലാഹു കൊടുത്തിട്ടുണ്ട്. ആ മഹാനായ അബുൽ അബ്ബാസുൽ അർശി റളിയല്ലാഹു അൻഹു ഇമാം ബൂസൂരി റളിയല്ലാഹു അൻഹുവിനോടും ബഹുമാനപ്പെട്ട ഇബ്നു അത്തായില്ലാഹി സിക്കന്ദരി റളിയല്ലാഹു അൻഹുവിനോടും ബഹുമാനപ്പെട്ട യാഖൂത്തുൽ അർശ് റളിയല്ലാഹു അൻഹുവിനോടും മൂന്ന് പേരോടും പറയാണ്, ഇസ്അലൂ മാ ശിഅ്തും, നിങ്ങൾ ഇഷ്ടമുള്ളത് ചോദിച്ചോളൂ, നിങ്ങൾക്ക് ഞാൻ നൽകാം. ആ സമയത്ത് എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ബഹുമാനപ്പെട്ട ഇമാം ബൂസൂരി റളിയല്ലാഹു അൻഹു ബഹുമാനപ്പെട്ട അബുൽ അബ്ബാസിൽ മുസ്രി റളിയല്ലാഹു അൻഹുവിനോട് പറയാണ്, എനിക്ക് ചോദിക്കാൻ ഒരൊറ്റ ചോദ്യമേ ഉള്ളൂ. ഉരീദു അൻ അംദഹ റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിമാ ലം യംദഹു അഹദുൻ മിൻ ഖബ്ലു വലാ ബഅദു. ബഹുമാനപ്പെട്ട അബുൽ അബ്ബാസിൽ മുർസി റളിയല്ലാഹു അൻഹുവിനോട് ഇമാം ബൂസൂരി റളിയല്ലാഹു അൻഹു പറയാണ്, ഉരീദു അൻ അംദഹ റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിമാ ലം യംദഹു ഗൈരി ബിമാ ലം യംദഹു അഹദുൻ മിൻ ഖബ്ലു വലാ ബഅദു. ലോകത്ത് ഇന്നേ വരെ ഒരാളും മദ്ഹ് ചെയ്യാത്ത രീതിയിൽ മുൻകാലഘട്ടത്തിൽ കഴിഞ്ഞുപോയവരോ ഇനി ഖിയാമത്ത് നാൾ വരെ വരുന്നവരോ ഒരാളും ബഹുമാനപ്പെട്ട നബിയെ മദ്ഹ് ചെയ്യാത്ത രൂപത്തിൽ എനിക്ക് മദ്ഹ് ചെയ്യണം. അങ്ങനത്തെ ഒരു മദ്ഹിന്റെ കിതാബ് എനിക്കുണ്ടാക്കണം. അങ്ങനെയുള്ള മദ്ഹിന്റെ ഖസീദ എനിക്കുണ്ടാക്കാൻ നിങ്ങൾ എനിക്ക് സമ്മതം തരുമോ? നിങ്ങൾ എനിക്ക് റബ്ബിനോട് പ്രാർത്ഥിക്കുമോ
ഈ സമയത്ത് ബഹുമാനപ്പെട്ട അബുൽ അബ്ബാസിൽ മുർസി വലിയ മുറബ്ബിയായ ശൈഖാണ്, ബഹുമാനപ്പെട്ടവർ ഇമാം ബുസൂരി റളിയല്ലാഹു അൻഹുവിനോട് പറയാണ്, യാ ഇമാമൽ ബുസൂരി ലക ലക എന്നാൽ അത് നിങ്ങൾക്ക് തന്നിരിക്കുന്നു. സുബ്ഹാനല്ലാഹ്. നിങ്ങൾ നോക്ക്, ഇന്ന് ഏത് വീടാണ് ബുർദ ചെല്ലാത്ത വീടുള്ളത്? ഇന്ത്യയിൽ ഏതോ നാട്ടിലുള്ള, നമ്മുടെ ഈ നാട്ടിൽ ഇന്ന് ബുർദ മജ്ലിസാണ്. ബുസൂരി ഇമാം ബസ്രയിലാണ് ഉള്ളത്. ആ ബസ്രയിൽ രചിച്ച ബുർദ ഇന്ന് മോണ്ടുകോളിയിൽ ചൊല്ലുന്നുവെങ്കിൽ, കർണാടകയുടെ വിവിധ ഭാഗങ്ങളിൽ ചൊല്ലുന്നുവെങ്കിൽ, ലോകത്തിന്റെ മുക്കുമൂലകളിൽ ബുർദ ചൊല്ലുന്നുവെങ്കിൽ, ബഹുമാനപ്പെട്ട അബുൽ അബ്ബാസിൽ മുർസി റളിയല്ലാഹു അൻഹുവിന്റെ ദുആഇന്റെ പവറാൻ. ഇനി മറ്റ മഹാനാരാണ്? ബഹുമാനപ്പെട്ട ഇബ്നു അത്തായില്ലാഹി സിക്കന്ദരി റളിയല്ലാഹു അൻഹു, വലിയ മഹാനാണ്. ആ മഹാൻ എന്താണ് ബഹുമാനപ്പെട്ടവരോട് ചോദിച്ചു, എനിക്കൊരു കിതാബ് ഇറക്കണം. അതെങ്ങനത്തെ കിതാബാ? പദങ്ങള് വളരെ ഷോർട്ടായിരിക്കണം, ചുരുങ്ങിയതായിരിക്കണം. അതിന്റെ ആശയം വിശാലമായിരിക്കണം. ഹിക്മത്തുകൾ നിറഞ്ഞ കിതാബ്. അപ്പൊ ആ സമയത്ത് ബഹുമാനപ്പെട്ട അബുൽ അബ്ബാസിൽ മുർസി റളിയല്ലാഹു അൻഹു പറയുന്നു, ലകദാകാ, ഓ ഇബ്നു അത്തായില്ലാഹി സിക്കന്ദരി, ഞാനിതാ നിങ്ങൾക്ക് അത് തന്നിരിക്കുന്നു. നിങ്ങൾ നോക്ക്, ഇന്ന് മർക്കസിൽ എല്ലാ ദിവസവും കിതാബുൽ ഹിക്മ സബ്ക്കുണ്ട്. വലിയ ആലിമീങ്ങൾ കിതാബുൽ ഹിക്മ സബ്ക്കെടുക്കാറുണ്ട്. കിതാബുൽ ഹിക്മ ഇന്ത്യയിൽ മാത്രമല്ല, യമനിലും ഈജിപ്തിലും മദീനയിലും മക്കയിലും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കിതാബുൽ ഹിക്മ ദർസ് ചൊല്ലിക്കൊടുക്കാറുണ്ട്. അത്ഭുതമാണ് കിതാബുൽ ഹിക്മ, വല്ലാത്ത അത്ഭുതം. തസൗഫിന്റെ വലിയ കിതാബ്. ആ കിതാബ് കാണാൻ ചെറിയ കിതാബാണ്. അതിന്റെ മഅനകൾ, അതിന്റെ ആശയങ്ങൾ, ശറഹുകളൊക്കെ വലിയതാണ്. ബഹുമാനപ്പെട്ട അബുൽ അബ്ബാസുൽ മുർസി റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ടവരുടെ ദുആഇന്റെ പവറാണ്. മൂന്നാമത്തതായി യാഖൂത്തുൽ അർസി റളിയല്ലാഹു അൻഹു ചോദിച്ചു, എനിക്ക് വേണ്ടത് മഹാനവരുകളെ ആകാശ ഭൂമികളിലുള്ള രഹസ്യങ്ങൾ കൂടുതൽ അറിയാനും വലിയ വിലായത്തിന്റെ സ്ഥാനത്തെത്താനുമാണ് ഞാൻ കൊതിക്കുന്നത്. അതുകൊണ്ട് അത് നിങ്ങൾ എനിക്ക് തരണം. യാഖൂത്തുൽ അർസി റളിയല്ലാഹു അൻഹു പറഞ്ഞു, എനിക്ക് വലിയ വിലായത്തിന്റെ മർത്തബ എത്തണം, വലിയ സ്ഥാനം, വിലായത്തിന്റെ വലിയ സ്ഥാനം കിട്ടണം. ആ സമയത്ത് ബഹുമാനപ്പെട്ട അബുൽ അബ്ബാസ് അൽ മുർസി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ലകദാകാ, എന്നാൽ അത് നിങ്ങൾക്ക് തന്നിരിക്കുന്നു. വലിയ മഹാനാണ് യാഖൂത്തുൽ അർസി റളിയല്ലാഹു അൻഹു. യാഖൂത്തുൽ അർസി റളിയല്ലാഹു അൻഹു ഇരുന്ന ഇരുപ്പില് ആകാശത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും. ഭൂമിയിലുള്ള പല മറഞ്ഞ കാര്യങ്ങളും യാഖൂത്തുൽ അർസി റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിൽ അതൊക്കെയും ലഭ്യമാണ്. ഇത്രക്കും വലിയ സ്ഥാനം കിട്ടിയത് അബുൽ അബ്ബാസുൽ മുസ്രി. ഞാനിപ്പോ പറഞ്ഞുകൊണ്ടുവന്നത് എന്താ? ബഹുമാനപ്പെട്ട ഇമാം ബുസൂരി റളിയല്ലാഹു അൻഹുവിന്റെ ബുർദക്ക് വലിയ ചരിത്രമുണ്ട്. അത് വലിയ വലിയ ഔലിയാക്കളുടെ ദുആ ആണ്. ബഹുമാനപ്പെട്ട അബുൽ അബ്ബാസിൽ മുസ്രി റളിയല്ലാഹു അൻഹുവിന്റെ ആ വലിയ പൊരുത്തമാണ് ഇമാം ബുസൂരി റളിയല്ലാഹു അൻഹുവിന്റെ ബുർദ. ഇനി നിങ്ങൾ നോക്ക്, അതിന് ഇറക്കാൻ, ആ കിതാബ് ഉണ്ടാക്കാൻ ഒരു ചെറിയൊരു കാരണവും കൂടി ആ സന്ദർഭത്തെത്തിട്ട് അള്ളാഹു ഉണ്ടാക്കി കൊടുക്കുകയാണ്. അതെന്താ? നമ്മൾ സാധാരണ വയലുകളിൽ കേൾക്കാറുണ്ട്, മഹാനായ ഇമാം ബുസൂരി റഹ്മത്തുള്ളാഹി അലൈഹി, മഹാനവരുകൾ മിസ്റിലെ ചില സുൽത്താൻമാരുടെ കൂടെ ഇരിക്കുമായിരുന്നു. മിസ്റിലെ, ഈജിപ്തിലെ ചില രാജാക്കന്മാരുടെ അരികിൽ ഇരുന്നു കൊണ്ട് നല്ല നല്ല സാഹിത്യ കവിതകൾ പാടിക്കൊടുക്കുമായിരുന്നു. ശത്രുക്കൾക്കെതിരെ കവിതകൾ രചിക്കുമായിരുന്നു.
ആ ഇമാം ബൂസൂരി റളിയല്ലാഹു അൻഹു ഒരു ദിവസം വീട്ടിലേക്ക് ഇങ്ങനെ മടങ്ങി വരുമ്പോൾ, വീട്ടിലേക്ക് മടങ്ങി വരുന്ന വഴിയിൽ ഒരു വലിയ ശൈഖിനെ കാണുകയാണ്. വലിയ ഒരു ശൈഖിനെ മഹാനായ ഇമാം ബൂസൂരി റളിയല്ലാഹു അൻഹു കാണുകയാണ്. ആ ശൈഖ് ഒരൊറ്റ ചോദ്യമാണ് ബഹുമാനപ്പെട്ട ആ വലിയ മഹാൻ ഇമാം ബൂസൂരി റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുകയാണ്, അറഅയ്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലൈലത ഫിൽ മനാം? ഇന്നലെ രാത്രിയിൽ റസൂലുള്ളാഹിനെ സ്വപ്നം കണ്ടോ നിങ്ങൾ? മുസ്ലിം ഇമാം സ്വപ്നം കണ്ടിട്ടില്ല അതുവരെ. ഇമാം ബൂസൂരി റളിയല്ലാഹു അൻഹു പറയാണ്, അറഅയ്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫിൽ മനാമി അല്ലൈല? ഈ കഴിഞ്ഞ രാത്രിയിൽ റസൂലുള്ളാഹിനെ സ്വപ്നം കണ്ടോ? ഈ ഒരൊറ്റ ചോദ്യം എന്നെ വലിയ ആശിക്കീങ്ങളുടെ ലോകത്തിലേക്ക് എത്തിച്ചുപോയി. ബഹുമാനപ്പെട്ട ഇമാം ബൂസൂരി റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഈ മഹാൻ എന്നോട് ഒരൊറ്റ ചോദ്യമേ ചോദിച്ചിട്ടുള്ളൂ, അറഅയ്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ളാഹിനെ സ്വപ്നം കണ്ടിട്ടുണ്ടോ? ഈ ചോദ്യം കേട്ടത് മുതൽക്ക് ഞാൻ എൻ്റെ വീട്ടിൽ പോയി റസൂലുള്ളാഹിനെ വല്ലാത്ത ചിന്തിക്കാൻ തുടങ്ങി. റസൂലുള്ളാഹിനോടുള്ള മഹബത്ത് എൻ്റെ കൽബിൽ കൂടി വരാൻ തുടങ്ങി. പിന്നെ ഞാൻ സ്വലാത്ത് അധികരിപ്പിക്കാൻ തുടങ്ങി. മുത്തുനബിയുടെ പേരിൽ ഒരുപാട് മദ്ഹിന്റെ വരികൾ രചിക്കാൻ തുടങ്ങി. ഒരുപാട് കസീദകൾ ഉണ്ടാക്കാൻ തുടങ്ങി. അങ്ങനെ റസൂലുള്ളാഹിനോടുള്ള മഹബത്ത് കൂടി വന്നു. ഒരു ദിവസം മുത്തുനബിനെ ഞാൻ സ്വപ്നം കാണുകയാണ്. കശംശി ബൈനൻ നുജൂം, നക്ഷത്രങ്ങൾക്കിടയിലുള്ള സൂര്യനെ പോലെ മുത്തുനബിനെ ഞാൻ സ്വപ്നം കാണുന്നു. വല്ലാത്ത ഭംഗിയാണ് മുത്തുനബിക്കുള്ളത്. ആ മുത്തുനബിയോടുള്ള ഇഷ്ക് പിന്നെയും കൂടി വന്നു. അങ്ങനെ ഒരു ദിവസം എന്റെ ശരീരത്തിനതാ പക്ഷപാതം എന്ന് പറയുന്ന രോഗം പിടിപെട്ടു. ബാധരോഗം എന്ന് ഞങ്ങൾ സാധാരണ പറയാറുള്ള ശരീരത്തിന്റെ ഒരു ഭാഗം തളർന്നു പോകുന്ന ആ ഒരു രോഗം എനിക്ക് പിടിപെട്ടു. സുബ്ഹാനല്ലാഹ്, ബസറയില് കാണിക്കാത്ത ഡോക്ടർമാരില്ല. ഇമാം ബൂസൂരി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, എന്റെ ഈ ശരീരം തളർന്ന പക്ഷപാതം ബാധിച്ച ആ ഒരു രോഗത്തിന് ബസറയിലുള്ള എല്ലാ ഡോക്ടർമാരെയും ഞാൻ സമീപിച്ചു. ഫലം ഒരൊറ്റ ഡോക്ടറിനും എന്റെ പക്ഷപാതത്തിന് മരുന്ന് നൽകാൻ സാധിച്ചിട്ടില്ല. ആ നിലക്ക് ശരീരം തളർന്നു കിടക്കുന്ന ഞാനിങ്ങനെ ഒരു രാത്രിയിൽ ചിന്തിക്കുന്നു, ഇൻഷാ അല്ലാഹ് എന്റെ ഈ തളർന്ന ശരീരത്തിന് ഡോക്ടർമാർക്ക് പരിഹാരം തരാൻ കഴിഞ്ഞിട്ടില്ല. എന്റെ ഈ പക്ഷപാതത്തിന് ഡോക്ടർമാർക്ക് നിർദ്ദേശം, അതിന് ഒരു ശമനം ഡോക്ടർമാർക്ക് തരാൻ സാധിച്ചിട്ടില്ല. ഞാനിതാ എന്റെ മുത്തുനബിന്റെ പേരിൽ ഒരു മദ്ഹ് എഴുതുകയാണ്. ആ മദ്ഹിന്റെ കാരണം കൊണ്ട് എനിക്ക് എന്റെ ഈ പക്ഷപാതത്തിന് ശമനം ലഭിക്കണം. ഈ നല്ല ഉദ്ദേശത്തോടെ ഇമാം ബൂസൂരി റഹ്മത്തുള്ളാഹി അലൈഹി അതാ മദ്ഹിന്റെ വരികൾക്ക് തുടക്കം കുറിക്കുന്നു. ബുർദ ഇന്ന് ചെല്ലാൻ പോകുന്ന ആ ബുർദ ഇമാം ബൂസൂരി റളിയല്ലാഹു അൻഹു എഴുതി തീർക്കുന്നു. അന്നത്തെ രാത്രിയിൽ തന്നെ ആ ബുർദ എഴുതി കഴിയുമ്പോൾ
അതാ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മഹാനായ ബൂസൂരി ഇമാമിനെ സന്ദർശിക്കുകയാണ്. ഒരു ഭാഗം ശരീരം തളർന്നു കിടക്കുന്ന, പക്ഷപാതം ബാധിച്ച് കിടക്കുന്ന ഇമാം ബൂസൂരി, ആ രോഗത്തിനിടയിലാണ് ഈ ബുർദയെ തീർത്തത്. അത് കഴിയുന്ന സമയത്ത് ബഹുമാനപ്പെട്ട മുത്തുനബിനെ സ്വപ്നത്തിൽ കാണുകയാണ്. മുത്തുനബി വന്നപ്പോൾ എന്റെ ഈ മദ്ഹിന്റെ വരികൾ ആദ്യം മുതൽ അവസാനം വരെ മുത്തുനബിക്ക് ഞാനങ്ങ് ചൊല്ലിക്കേൾപ്പിച്ചു. വല്ലാത്ത അത്ഭുതമുള്ള വരികളാണ് കേട്ടോ. മുഹമ്മദുൻ സയ്യിദുൽ കൗനൈനി വസ്സഖലൈനി വൽ ഫരീഖൈനി മിൻ ഉറുബിൻ വമിൻ ആജമി മൗലായ സ്വല്ലി വസല്ലം. ആ വരികൾ ഞാനിങ്ങനെ ചൊല്ലിക്കൊടുത്തു. മുത്തുനബി ചെറിയ ഇളങ്കാറ്റിൽ, സാധാരണ മരം ചെറിയ തണൽ കാറ്റ് നമുക്ക് നല്ല കുളിർക്കാറ്റ് നൽകുന്ന രീതിയിൽ മരത്തിന്റെ ഗല്ലുകൾ മെല്ലെ അനങ്ങുന്ന കാറ്റ് പോലെ മുത്തുനബി പതേ പതേ എന്റെ മദ്ഹിന്റെ വരികൾ കേട്ട് വലത്തോട്ടും ഇടത്തോട്ടും റസൂലുള്ള അതാ ആടിക്കളിക്കുന്നു. ആ മുത്തുനബി ബുറുദ ചൊല്ലി പൂർത്തിയാക്കിയതിന് ശേഷം തളർന്ന ഭാഗത്തിലൂടെ എന്റെ ഈ പക്ഷപാതം ബാധിച്ച ഈ ശരീരത്തില് ആ ബർക്കത്താക്കപ്പെട്ട കരം ഒന്ന് വെച്ച് മുത്തുനബി അങ്ങ് തടവി തന്നു. ആ തടവലോടുകൂടെ അവിടെയുണ്ടായിരുന്ന ഒരു പുതപ്പും ഒരു ഷാളും എനിക്ക് തന്നു. അത് തരലോടുകൂടെ എന്റെ രോഗത്തിന് ശമനം ലഭിച്ചുപോയി. അതുവരെ കടത്തത്തിലായിരുന്ന ഞാന് എണീറ്റ് നിന്നുപോയി. എനിക്ക് പൂർണ്ണ ആഫിയത്ത് ലഭിച്ചുപോയി. പിറ്റന്നാൾ രാവിലെ സുബ്ഹി നിസ്കാരത്തിന് ശേഷം ഞാനിതാ ഇങ്ങനെ റോട്ടിലൂടെ നടക്കുന്ന സമയത്ത് ബഹുമാനപ്പെട്ട അബൂറജാ റളിയല്ലാഹു അൻഹു, വലിയ മഹാനാണ്, എന്നെ കാണുകയാണ്. അബൂറജാ റളിയല്ലാഹു അൻഹു എന്നെ കാണുകയാണ്. എന്നോട് കണ്ടിട്ട് ചോദിച്ചു, ഹാത്തി ഖസീദത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുത്തുനബിനെ മദ്ഹ് ചെയ്തുള്ള ഖസീദ ഒന്ന് താബു സൂരിയെ. എന്നോട് അബൂറജാ റളിയല്ലാഹു അൻഹു ചോദിച്ചു. ഞാനാണെങ്കിലോ ഈ ബുർദ എഴുതിയ വിഷയം ഒരാളോട് ഞാൻ പറഞ്ഞിട്ടില്ല. പക്ഷേ എന്നോട് പെട്ടെന്നുണ്ട്. ഞാനിങ്ങനെ രാവിലെ നടന്നു പോകുമ്പോ അബൂറജാ റളിയല്ലാഹു അൻഹു ഹാത്തി ഖസീദതക റസൂലുള്ളാഹി ആ മുത്തുനബിക്ക് എഴുതിയ ഖസീദ ചോദിക്കുകയാണ്. ഞാൻ പറഞ്ഞു, അയ്യു ഖസീദത്തിൻ തുരീദ് യാ അബൂറജാ, അബൂറജാ എന്നവരെ ഏത് ഖസീദയാണ് നിങ്ങൾക്ക് വേണ്ടത്? ആ സമയത്ത് എന്നോട് അബൂറജാ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഇന്നലെ ഉരീദു അൽ ഖസീദത്തല്ലത്തി മദഹ്ത ബിഹാ അല്ലൈലത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇന്നലെ രാത്രി റസൂലുള്ളാഹിന്റെ പേരിൽ രചിച്ച ഇന്നിപ്പോ ചെല്ലാൻ പോകുന്ന ബുർദയുണ്ടല്ലോ, അതിനെപ്പറ്റി പറയാണ്. ആ ഖസീദയാണ് എനിക്ക് വേണ്ടത്. ഞാൻ അബൂറജാ തങ്ങളോട് ചോദിച്ചു, ഞാൻ അത് ഒരാളോടും പറഞ്ഞിട്ടില്ലല്ലോ, എനിക്ക് മാത്രം അറിയുന്ന വിഷയമാണല്ലോ. ആ സമയത്ത് അബൂറജാ റളിയല്ലാഹു അൻഹു പറയുന്നു, ഇമാം ബുസൂരി, ഇന്നലെ നിങ്ങൾ എഴുതിയ ബുർദ എന്നുള്ള ഖസീദ മുത്തുനബിക്ക് ചൊല്ലിക്കൊടുത്തില്ലേ?
ആ ചൊല്ലിക്കൊടുക്കുന്നതും മുത്തുനബി അത് കേട്ടിരുന്നതും മുത്തുനബി ആടുന്നതും ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ഇമാം ബുസൂരി ആ ബുർദ എന്ന് പറയുന്ന ആ മഹത്തായ ഖസീദ നിങ്ങളൊന്ന് തരൂ. സുബ്ഹാനല്ലാഹ്. അവിടുന്ന് അങ്ങോട്ട് ബുർദ പ്രചരിച്ചു. മിസ്റിലും ഈജിപ്തിലും മദീനയിലും മക്കയിലും ഇന്ന് വരെ നിങ്ങൾ നോക്ക് ബുർദാന്റെ ഒരു ബർക്കത്ത്. വേറെ ഏത് ഖസീദയാണ് നമ്മൾ അങ്ങനെ ചെല്ലാനുള്ളത്? എത്ര ഖസീദയുണ്ട്, എത്ര ഖസീദയുണ്ട് ബുർദ അല്ലാത്ത. നമ്മൾ ഇതുപോലെ ചെല്ലുന്ന ഒരു ഖസീദ വേറെ ഇല്ല. അത് ബുസൂരി ഇമാമിന്റെ പവറാണ്. ആ മഹാനായ അബുൽ അബ്ബാസുൽ മുസ്രി റളിയല്ലാഹു അൻഹുവിന്റെ ആ ദുആഇന്റെ പവറാണ്. അല്ലാഹു തആല ബുർദ നന്നായി ചെല്ലാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. വളരെ സ്നേഹത്തോടെ പറയാം, ബുർദ അതിന്റെ മറ്റൊരു പേര് ബുർഉദ, രോഗശമനം. എന്ത് രോഗത്തിനും മരുന്നാകുന്ന ഒന്നാണ് ബുർദ. അതുകൊണ്ട് ഉമ്മമാരെ, മുഅ്മിനീങ്ങളെ, നല്ല ഇഖ്ലാസോടെ ബഹുമാനപ്പെട്ട ത്വാഹ തങ്ങള് മാഷാ അല്ലാഹ് നല്ല മാദിഹീങ്ങളാണ് അവരൊക്കെ. നല്ല ആകർഷിക്കുന്ന ശബ്ദമാണ്. മുത്തുനബിയോടുള്ള മഹബത്ത് ആ ചൊല്ലുന്നത് കേൾക്കുമ്പോ തന്നെ നമുക്ക് വന്നുപോകും. അതുകൊണ്ട് ഇശാന്റെ ശേഷം ഇവിടെ ബുർദ തുടങ്ങുമ്പോ നിങ്ങളെല്ലാവരും സദസ്സിൽ ഇരുന്ന് ആത്മാർത്ഥതയോടുകൂടെ ആ ബുർദ ഇരുന്ന് ചൊല്ലി പൂർത്തിയായതിനു ശേഷം എല്ലാവരും പോകാൻ പറ്റുള്ളൂ. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അള്ളാഹു നമുക്ക് ബർക്കത്ത് ചെയ്യുമാറാവട്ടെ. നിങ്ങളൊന്ന് നോക്ക്, നമ്മുടെ ഈ നാട്ടിലുള്ള സുന്നി സംഘ കുടുംബങ്ങൾ, SSF, മാഷാ അല്ലാഹ്, ചെറിയ ചെറുപ്പക്കാരായ കുട്ടികളാണ്. അവര് എത്ര ദിവസമായി ഇതിന്റെ പിന്നിൽ അധ്വാനിക്കാൻ തുടങ്ങിയിട്ട്. ഒരുപാട് ആളുകൾ, ഇവിടുത്തെ മുസ്ലിം ജമാഅത്തും ഇവിടുത്തെ കമ്മിറ്റി ഭാരവാഹികൾ, ഇവിടുത്തെ എല്ലാവരും SYS എല്ലാവരും അവർക്ക് നല്ലൊരു കൈത്താങ്ങായി കൊടുത്തപ്പോ, എല്ലാവരും ഒന്ന് സഹകരിച്ചപ്പോ ഇങ്ങനെ നല്ലൊരു മജ്‌ലിസ് നടത്താൻ വേണ്ടി സാധിച്ചു. ഈ നാട്ടിലെ ഉമ്മമാർ എല്ലാവരും എല്ലാ വിഷയത്തിലും, ഇവിടെ ദീനിന്റെ എന്ത് വിഷയം വന്നാലും നല്ല സഹകരിക്കുന്ന മുഅ്മിനീങ്ങളും മുഅ്മിനാത്തുകളുമാണ് ഈ നാട്ടിലുള്ളത്. അള്ളാഹു നല്ല ബർക്കത്ത് ചെയ്യുമാറാവട്ടെ. ഇതുകൊണ്ട് നിർത്തിയാൽ പോരാ. നമുക്ക് ഇൻഷാ അല്ലാഹ് ഇനിയിപ്പോ ഈ മാസം തന്നെ ഡിസംബർ 29 ഇവിടുത്തെ SYSന്റെ വലിയൊരു വാർഷികം വരാൻ പോകുന്നുണ്ട്, നാരിയത്ത് സലാത്തിന്റെ വാർഷികം. അതിൽ എല്ലാവരും സജീവമായി പങ്കെടുക്കണം. അല്ലാഹു തആല വിജയിപ്പിക്കുമാറാവട്ടെ ഇൻഷാ അല്ലാഹ്. നോക്കിങ്ങള്, അപ്പോ അള്ളാഹു ഇഷ്ടപ്പെടുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ്. വെറൂ നിസ്കാരം, വെറൂ ഓത്ത് അതല്ല. സമൂഹത്തിൽ ഇറങ്ങിക്കൊണ്ട് പല കാരുണ്യ പ്രവർത്തനങ്ങളും നമ്മൾ നടത്താൻ വേണ്ടി ശ്രമിക്കണം. അള്ളാഹു ഇന്ന് നടക്കുന്ന ബുർദയുടെ ബർക്കത്ത് കൊണ്ട് ആ നിലക്കുള്ള കാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യാൻ നമുക്ക് അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. മാഷാ അല്ലാഹ്. ഈ നാടിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ നിലക്കും പരസ്പരം കൈകോർത്തുകൊണ്ട് എന്തിനും സഹകരിക്കുന്ന ആളുകളാണ് നമ്മളെ നാട്ടിലുള്ള പാവപ്പെട്ട ആളുകൾ. അവർക്ക് എപ്പോഴും തുണയായി നിൽക്കുന്നവരാകണം നാം. അതാണ് ഈ സംഘടനയിൽ പ്രവർത്തിച്ചാലുള്ള ഒരു ബർക്കത്ത്. അതാണ് കാരുണ്യ പ്രവർത്തനങ്ങൾ. നമ്മൾ ഇത് റിഫായി ഷെയ്ഖിന്റെ ചരിത്രം മിനിയാന്നും കേട്ടു. ഈ മാസം ഉടനീളം റിഫായി ഷെയ്ഖിന്റെ കഥ ചരിത്രം കേട്ടവരാണ്. എപ്പോഴും പാവപ്പെട്ടവർക്ക് അത്താണിയാവണം. പ്രായമുള്ള ആളുകൾ, നമ്മൾ ഇന്നാള് പറഞ്ഞു, മഹാനായ റിഫായി ഷെയ്ഖ് തങ്ങള് എവിടെ പോയി വരുമ്പോഴും കാട്ടിൽ പോയി വിറകുകൾ ശേഖരിച്ച് വിധവകളായ സ്ത്രീകളുടെ വീടുകളിലും പാവപ്പെട്ട ആളുകൾക്കൊക്കെ വിറകുകൾ എത്തിച്ചു കൊടുക്കുമായിരുന്നു. ഇന്ന് വിറകിന്റെ ആവശ്യമില്ല. അപ്പൊ നമ്മൾ എന്ത് വേണം? വളരെ പാവപ്പെട്ട ആളുകളെ വീട്ടിൽ ഗ്യാസ് നിറച്ചു കൊടുക്കുക. നല്ല ഗ്യാസൊക്കെ നമ്മൾ ആരും അറിയണ്ട, നല്ല ബന്ധപ്പെട്ടുകൊണ്ട് ഒന്നുമില്ലാത്ത ആളുകൾക്ക് ഗ്യാസ് നിറച്ചു കൊടുക്കുക. അവരാ ഒരു മാസം അവരുണ്ടാക്കിയ ഭക്ഷണം, ആ ഗ്യാസ് കത്തിച്ചിട്ട് ഉണ്ടാക്കുന്ന ചായ, ഉണ്ടാക്കുന്ന ഭക്ഷണം, അത് ചെറിയ കൂലിയാണോ? ഇങ്ങനെ കാരുണ്യ പ്രവർത്തനങ്ങൾ നമ്മളെല്ലാവരും ചെയ്യണമെങ്കിൽ നോക്ക്. മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു വലിയ മഹാനാണ്. ആ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയാണ്, സിദ്ദീഖുൽ അക്ബർ തങ്ങൾ ഏത് കാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്താലും, ഏത് നന്മ ചെയ്താലും അത് ഞാൻ കണ്ടുപിടിക്കും. ഏത് കാരുണ്യ പ്രവർത്തനം ചെയ്താലും ഞാനത് രഹസ്യമായോ പരസ്യമായോ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിന്റെ നന്മയുടെ പിന്നാലെ ഞാൻ ഓടി തേടി പിടിക്കും. പക്ഷേ
സിദ്ദീഖുൽ അക്ബർ തങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട ഒരു കാരുണ്യ പ്രവർത്തനമുണ്ട്. എല്ലാ ദിവസവും ഖാന യഖ്റുജു ബഅദൽ ഫജ്രി, എല്ലാ ദിവസവും സുബ്ഹി നിസ്കാരത്തിന് ശേഷം ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബർ തങ്ങൾ അതാ പള്ളിയിൽ നിന്ന് ഒരു വീട്ടിലേക്ക് പോകാറുണ്ട്. അത് പട്ടണത്തിലുള്ള വീടല്ല, മരുഭൂമിയിലൂടെ ഒരു ഹള്ളി പ്രദേശത്തിലുള്ള ഒരു വീടാണ്. പാവപ്പെട്ട ഒരു വയോവൃദ്ധ കിടക്കുന്ന വീടാണ്. വലിയ ചട്ടപ്പുരയാണ്. ഈ തപ്പന ഓലയാൽ നിർമ്മിക്കപ്പെട്ട ചെറിയ ഒരു കുടിലാണ്. എല്ലാ ദിവസവും സുബ്ഹി നിസ്കാരത്തിനു ശേഷം സിദ്ദീഖ് തങ്ങൾ ആ വീട്ടിലേക്ക് പോകുന്നത് ഞാനിങ്ങനെ കാണുന്നു. കുറെ ദിവസം ഞാനിങ്ങനെ ശ്രദ്ധിച്ചു പറയുന്നത് ഉമർ ഇബ്നുൽ ഖത്താബ് മഹാനവരികൾ പറയുകയാണ്, ഒരു ദിവസം ഞാൻ അതിന്റെ പിന്നാലെ പോയി ആ വീട്ടിൽ നിന്ന് സിദ്ദീഖ് തങ്ങൾ പുറത്തിറങ്ങിയപ്പോ ആ വീട്ടിന്റെ അകത്തേക്ക് ഞാൻ അങ്ങ് കയറി. ഈ തപ്പനയോലയാൽ നിർമ്മിക്കപ്പെട്ട ആ ചെറിയ കുടില്, അതിന്റെ ഉള്ളിൽ ഒരു വയസ്സായ ഉമ്മ കിടക്കുകയാണ്. ആ ഉമ്മാന്റെ അടുത്ത് ഞാൻ അങ്ങ് പോയിക്കൊണ്ട് ഉമ്മയോട് ചോദിച്ചു, ഈ വരുന്നത് ആരാണ് ഉമ്മ? ആ സമയത്ത് ഉമ്മ പറഞ്ഞു, വന്ന ആളെ പേര് ഇന്നേ വരെ എനിക്ക് അറിയൂല മോനെ. ഇത് വല്ലാത്ത മാതൃകാ പ്രവർത്തനമല്ലേ? പേരറിയാത്ത സഹായം, ആളെ പരിചയപ്പെടുത്താത്ത കാരുണ്യ പ്രവർത്തനം. സിദ്ദീഖുൽ അക്ബർ തങ്ങളെ കുറിച്ച് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് വീട്ടിൽ കിടക്കുന്ന വയോവൃദ്ധ പറയുകയാണ്, ഇന്നേ വരെ ആ മനുഷ്യന്റെ പേരെനിക്ക് പറഞ്ഞു തന്നിട്ടില്ല. എല്ലാ ദിവസവും സുബ്ഹിന്റെ ശേഷം എന്റെ വീട്ടിലേക്ക് വരും. എന്റെ വീടിന്റെ ഈ ഉള്ള് അടിച്ച് ക്ലീൻ ചെയ്യും. എന്റെ ഈ ഞാൻ വയോവൃദ്ധിയായി കിടക്കുന്ന കണ്ണ് കാണാൻ എനിക്ക് കഴിയുന്നില്ല. ഈ നിലക്ക് കിടക്കുന്ന എന്റെ വസ്ത്രം ആ വന്ന മനുഷ്യൻ അലക്കി തരും. അങ്ങ് വൃത്തിയാക്കി എനിക്ക് വസ്ത്രം ധരിപ്പിച്ചു തരും. എനിക്ക് വേണ്ട ഭക്ഷണങ്ങൾ എനിക്ക് തരും. എന്തൊരു കാരുണ്യ പ്രവർത്തനമാണ്. കാന യബ്കി ഉമറു ബുകാഅൻ ശദീദാ. മരുഭൂമിയുടെ ഏതോ ഹള്ളി പ്രദേശത്തിൽ കിടക്കുന്ന ഈ ചെറിയ കുടിൽ കിടക്കുന്ന ഉമ്മയുടെ വാക്ക് കേട്ട് ഉമർ തങ്ങൾ കരഞ്ഞുപോയി. ഉമർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, സിദ്ദീഖുൽ അക്ബർ തങ്ങളുടെ അവസ്ഥ വല്ലാത്ത അവസ്ഥ തന്നെ. അതാണ് നമുക്ക് മാതൃക. നമ്മൾ എന്താക്കണം? ആ നിലക്ക് കാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യണം. വയസ്സായി കിടക്കുന്ന ഉമ്മമാർക്ക് നല്ലൊരു താങ്ങും തണലുമായി നിന്നു കൊടുക്കണം. നാട്ടിലെ പ്രായമുള്ള ആളുകൾക്ക് നല്ലൊരു താങ്ങും തണലായി നമ്മൾ നിന്നു കൊടുക്കണം. അതാണ് മഹാന്മാർ നമ്മൾക്ക് കാണിച്ചു തന്ന രീതി. ഈ ഇന്നത്തെ ബുർദാന്റെ ബർക്കത്ത് കൊണ്ട് നമ്മളൊക്കെ അങ്ങനെയുള്ള പ്രവർത്തകരാക്കി അല്ലാഹു തആല ആക്കി തിരുമാറാവട്ടെ. എന്നിട്ട് ഉമർ റളിയല്ലാഹു അൻഹു എന്ത് ചെയ്തു? മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു പറയാണ്, സിദ്ദീഖ് തങ്ങൾ ലോകത്തോട് വിട പറഞ്ഞതിന് ശേഷം ആ ഉമ്മയുടെ കുടിൽ ഞാൻ ഒരു ദിവസം ചെന്നു നോക്കി. ആ ഉമ്മ മരിച്ചിട്ടില്ല. കണ്ണു കാണാത്ത കിടക്കുന്ന ഉമ്മ, നടക്കാൻ പറ്റാതെ കിടക്കുന്ന ഉമ്മ, മരുഭൂമിയിൽ ആ ചെറിയ കുടിൽ കിടക്കുന്ന ഉമ്മ. ആ ഉമ്മാക്ക് ഞാൻ സേവനം ചെയ്യാൻ തുടങ്ങി. എന്റെ നേതാവ് സിദ്ദീഖ് തങ്ങൾ ചെയ്ത അതേ കാരുണ്യ പ്രവർത്തനം ഞാൻ അങ്ങ് ചെയ്യാൻ തുടങ്ങി. ഉമ്മക്കറിയില്ല എനിക്ക് മുമ്പ് സേവനം ചെയ്തിരുന്ന അദ്ദേഹം മരിച്ചു പോയിട്ടുണ്ടെന്ന്. വഫാത്തായ വിവരം ആ ഉമ്മക്കറിയില്ല. അത് അറിയിക്കാത്ത വിധത്തിൽ രാജ്യത്തിന്റെ ഖലീഫ ഭരണാധികാരിയായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആ ഉമ്മാന്റെ അടുത്ത് പോയി സേവനം ചെയ്യുകയാണ്. ഒരു ദിവസം ഉമ്മയോട് ചോദിച്ചു, എന്റെ പ്രിയപ്പെട്ട ഉമ്മ, കുറെ കാലമായില്ലേ നിങ്ങൾക്ക് ഈ
പ്രഭാത സമയത്തിൽ വന്ന് നിങ്ങൾക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു തരുന്നു. ഈ അടുത്തായി എന്തെങ്കിലും ഒരു വ്യത്യാസം നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ആ സമയത്ത് ഉമ്മ പറയുകയാണ്, അതേ മോനെ, കുറച്ചു ദിവസങ്ങൾക്ക് മുമ്പ് എന്റെ വീട്ടിൽ വന്ന് എന്റെ വീട് ക്ലീൻ ചെയ്ത് തന്നിരുന്നു. എല്ലാ സേവനങ്ങളും ഇതുപോലെയായിരുന്നു. പക്ഷേ ഇപ്പോ എനിക്ക് ഈത്തപ്പഴം തിന്നാൻ തരുന്നത് അതിന്റെ ഉള്ളിലുള്ള ഈത്തപ്പഴത്തിന്റെ വിത്ത് കളയാതെയാണ് എനിക്ക് തരുന്നത്. ദിവസങ്ങൾക്ക് മുമ്പ് ഈത്തപ്പഴം എനിക്ക് വായിലിട്ട് തന്നത് അതിന്റെ ആ വിത്ത് കളഞ്ഞിട്ടായിരുന്നു. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു കരഞ്ഞുപോയി. അബൂബക്കർ എന്നവരെ, നിങ്ങൾ കാരുണ്യത്തിന്റെ വിഷയത്തിൽ, കാരുണ്യ പ്രവർത്തനത്തിന്റെ വിഷയത്തിൽ നമ്മളെ പരാജയപ്പെടുത്തിയല്ലോ. എങ്ങനെ? ഈ ഉമ്മാന്റെ വയറ്റി ഉമ്മാന്റെ കൈക്ക് ഈ തപ്പയം ഞാൻ അങ്ങ് 2 കഷ്ണമായി കൊടുക്കും. പക്ഷേ സിദ്ദീഖുൽ അക്ബർ തങ്ങൾ ഈ ഉമ്മാക്ക് ഈ തപ്പയം കൊടുത്തതോ ഈ തപ്പയം അങ്ങ് പൊരിച്ചുകൊണ്ട് അതിലുള്ള ആ വിത്തും എടുത്തു മാറ്റിയിട്ടാണ് കൊടുത്തിരുന്നത്. വല്ലാത്ത കാരുണ്യ പ്രവർത്തനം തന്നെ. അല്ലാഹു നമുക്ക് അവരുടെ ഒക്കെ ബർക്കത്ത് കൊണ്ട് കാരുണ്യ പ്രവർത്തനം ചെയ്യാൻ അല്ലാഹു നമുക്ക് തൗഫീക്ക് നൽകുമാറാവട്ടെ. നമ്മൾ അങ്ങനെ ശീലിക്കണം. നാട്ടിൽ എന്ത് ബുദ്ധിമുട്ട് വന്നാലും, ആർക്ക് എന്ത് പ്രശ്നം വന്നാലും അതിന് നമ്മൾ മുമ്പിലെത്തണം. അതിനൊരു താങ്ങും തണലായി എത്തണം. നമുക്ക് എത്രയോ മാർഗങ്ങൾ ഇന്നുണ്ട്. ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബർ തങ്ങൾ ചെയ്തതുപോലെ അത്ര ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിലും, ബഹുമാനപ്പെട്ട ഇമാം അഹ്മദുൽ കബീർ ഫൈസി തങ്ങൾ ചെയ്തതുപോലെ അങ്ങനെ ചെയ്യാൻ കഴിയുന്നില്ലെങ്കിലും, സുൽത്താനുൽ ഉലമ എ.പി. ഉസ്താദ് മഹാനവരികൾ ചെയ്യുന്നത് പോലെ നമുക്ക് ചെയ്യാൻ കഴിയുന്നില്ലെങ്കിലും,
ബഹുമാനപ്പെട്ട സയ്യിദ് അവരുകൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് പരിപാടി തുടങ്ങാൻ പോവാണ്. അപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ടുവന്നത് സിദ്ദീഖുൽ അക്ബർ തങ്ങളുടെ ആ വലിയ സേവനം അത് നമ്മൾ കണ്ടുപഠിക്കണം. ഒരു ദിവസം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, പള്ളിയിൽ നിന്ന് നിസ്കാരം കഴിഞ്ഞ ഉടനെ മുമ്പിലിരിക്കുന്ന സഹാബികളോട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, ഇന്ന് നിങ്ങളെ കൂട്ടത്തില് നോമ്പുകാരനായിട്ട് ആരാണ് ഉള്ളതെന്ന്. മുത്തുനബി സദസ്സിന് ചോദിച്ചതാ, ഇന്ന് നിങ്ങളെ കൂട്ടത്തിൽ നോമ്പുകാരനായിട്ട് ആരാ ഉള്ളത്? സുബ്ഹാനല്ലാഹ്, ആരും ഉത്തരം പറയുന്നില്ല. ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു മഹാനവരുകൾ എണീറ്റ് നിന്നുകൊണ്ട് പറയാണ്, അനാ, ഞാനാണ് നബിയെ, എനിക്ക് നോമ്പുണ്ട്. രണ്ടാമത് ബഹുമാനപ്പെട്ട മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കുകയാണ് സദസ്സിനോട്, ഇന്ന് ആരാണ് ഭക്ഷണം നൽകിയവരുള്ളത്? കാരണം ഈ ഭക്ഷണം നൽകുക എന്നുള്ളത് വലിയ കൂലിയുള്ള കാര്യമാണ്. അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു അമലാണ് ഭക്ഷണം കൊടുക്കുക എന്നുള്ളത്. നമ്മൾ ഇവിടുത്തെ ഓരോ പ്രവർത്തനത്തിനും, ഇപ്പൊ നമ്മളെ പള്ളിയിൽ നടക്കുന്ന മാസ ദിക്റിന്റെ മജ്‌ലിസ് ആയാലും, ഇവിടുത്തെ സംഘ കുടുംബങ്ങളുടെ ഓരോ പരിപാടികളായാലും, എന്തായാലും ഭക്ഷണത്തിന് അരി ഇറച്ചിയൊക്കെ ചോദിക്കുമ്പോ അപ്പൊ അത് ഇനി എത്ര ആണെങ്കിലും എല്ലാവരും തരാൻ തയ്യാറാണ്. കാരണം എന്താ? അതിന്റെ ഫദ്ല് നമ്മൾ മനസ്സിലാക്കിയത് കൊണ്ടാണ്. അപ്പോ എല്ലാവരും ഭക്ഷണത്തിന്റെ വിഷയത്തിൽ, ഭക്ഷണം നൽകുക എന്നുള്ള വിഷയത്തിൽ ഉഷാറാണ്. അത് എല്ലാത്തിലും, എല്ലാ വിഷയത്തിലും അത്ര. ഇപ്പൊ നമ്മൾ ഉസ്താദ്മാർക്ക് ഇവിടെ ഭക്ഷണം കൊണ്ടുവരുമ്പോ മാഷാ അല്ലാഹ് എന്ത് ഉഷാറാണ് ഭക്ഷണം. ഭക്ഷണം നൽകുന്ന വിഷയത്തിൽ അത് ഈമാനുള്ളവർ അങ്ങനെയാണ്. ഭക്ഷണം നൽകുന്ന വിഷയത്തിൽ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട അമല് അതാണ്. അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണം നൽകുക എന്നുള്ളതാണ്. കൂടുതൽ ഭക്ഷണം നൽകുക. ആ സദസ്സിനോട് ബഹുമാനപ്പെട്ട മുത്തുനബി ചോദിച്ചു, നിങ്ങളെ കൂട്ടത്തിൽ ഇന്ന് ഭക്ഷണം നൽകിയവരാരാണുള്ളത്? ആ സമയത്തും സിദ്ദീഖുൽ അക്ബർ തങ്ങൾ സദസ്സിൽ നിന്ന് പറയുന്നു, അനാ, ഞാനാണ് നബിയേ. അതൊരു കിബറിന്റെ പറച്ചലല്ല, റിയായിന്റെ പറച്ചലല്ല. മുത്തുനബി ചോദിച്ചാൽ അവിടെ ഉത്തരം പറയേണ്ടതുണ്ട്. സിദ്ദീഖ് തങ്ങൾ പറയുന്നു, ഇന്ന് ഞാൻ പാവപ്പെട്ടവർക്ക് ഭക്ഷണം കൊടുത്തിട്ടുണ്ട് നബിയേ. മൂന്നാമതായി മുത്തുനബി ചോദിക്കുന്നു, സ്വഹാബാക്കളെ, ഇന്ന് നിങ്ങളെ കൂട്ടത്തില് രോഗികളെ സന്ദർശിച്ചവരുണ്ടോ? ആ സമയത്ത് സദസ്സിൽ നിന്നതാ വീണ്ടും സിദ്ദീഖ് തങ്ങൾ എണീറ്റ് നിൽക്കുന്നു. ബഹുമാനപ്പെട്ടവര് കൈ ഉയർത്തിക്കൊണ്ട് പറയുന്നു, നബിയേ, ഞാൻ ഇന്ന് രോഗികളെ സന്ദർശിച്ചിട്ടുണ്ട് നബിയേ. എന്റെ മോമിനീങ്ങളെ, നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്. സിദ്ദീഖുൽ അക്ബർ തങ്ങളുടെ കാരുണ്യ പ്രവർത്തനങ്ങൾ എത്ര വലുതാണ്. ഒരൊറ്റ ദിവസത്തിന്റെ പ്രവർത്തനമാണ് പള്ളിയിൽ വെച്ച് മുത്തുനബിയുടെ ചോദ്യത്തിന് ഉത്തരമായി നൽകുന്നത്. ഞാൻ ഇന്ന് രോഗികളെ സന്ദർശിച്ചിട്ടുണ്ട് നബിയേ. വീണ്ടും മുത്തുനബി ചോദിക്കുകയാണ്, ഇന്ന് മയ്യത്ത് പരിപാലനം നടത്തിയവരാരാണ്? മരിച്ചുപോയ ആളുകളുടെ വീട്ടിൽ പോയി അവിടെ വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുത്തവരാരാണ്? ആ മരിച്ച മയ്യത്തിനെ പള്ളിയിലേക്ക് എത്തിക്കാനോ ഖബറ് കുഴിക്കുന്ന ആ ഇടങ്ങളിലും പള്ളിയിലും അങ്ങനെ ഒരു മരിച്ച ആളുകളുടെ പരിപാലനത്തിന് നല്ല പ്രവർത്തനം കാഴ്ചവെച്ചവര് ആരാണ്? ആ സമയത്ത് സിദ്ദീഖുൽ അക്ബർ തങ്ങൾ അവിടുന്ന് കൈ ഉയർത്തുന്നു, അന യാ റസൂലല്ലാഹ്, ഞാനാണ് നബിയേ.
ഇപ്പൊ എത്ര പ്രവർത്തനായി? ഒരൊറ്റ ദിവസം കൊണ്ട് സിദ്ദീഖുൽ അക്ബർ തങ്ങൾ ദീനിന് വേണ്ടി ചെയ്തു തീർത്ത പ്രവർത്തനം, രോഗികളെ സന്ദർശിച്ചു, പാവപ്പെട്ടവർക്ക് ഭക്ഷണങ്ങൾ നൽകി, നോമ്പ് നോറ്റു, മരിച്ചവരെ വീട്ടിൽ പോയി മരിച്ച മയ്യത്തിനെ പരിപാലനം ചെയ്തു. ഇങ്ങനെ ഒരൊറ്റ ദിവസം കൊണ്ട് എനിക്കും നിങ്ങൾക്കും ചെയ്യാനത്ര പ്രവർത്തനമുണ്ട്. വെറും നിസ്കാരം കൊണ്ട് ഒതുക്കാതെ, വെറും ഖുർആൻ പാരായണം കൊണ്ട് ഒതുക്കാതെ സമൂഹത്തിൽ ഇറങ്ങണേ. രോഗികളുണ്ടെങ്കിൽ ഒന്ന് കാണാൻ പോകണേ. നമ്മളതിലൊക്കെ അൽഹംദുലില്ലാ നമ്മളെ ഇന്നത്തെ ഈ സംഘകുടുംബങ്ങൾ പല അതിൻ്റെ ഒക്കെ ചില റൂട്ടുകൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഹോസ്പിറ്റലിൽ പോവാനും, ഹോസ്പിറ്റലിൽ പോയി സുഖമില്ലാത്ത ആളുകളെ കാണേണ്ട രീതികൾ, മരുന്നിന് വേണ്ടി സഹകരിക്കേണ്ട രീതികൾ, അങ്ങനെയൊക്കെ നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്ന നല്ല നല്ല പ്രവർത്തകരുണ്ട്. നമ്മൾ എന്താക്കണം? നമ്മളെ നാട്ടിൽ ആരൊക്കെ സുഖമില്ലാതെ കിടക്കുന്നുണ്ട് അവരെ പോയി കാണണം. ആ പോക്ക് ചെറുതല്ല. രാവിലെ ഒരാള് സുഖമില്ലാത്ത ആളെടുത്ത് പോകുമ്പോ സുബ്ഹാനല്ലാഹ് 70,000 മലക്കുകൾ ആ സുഖമില്ലാത്ത ആളെടുത്ത് പോയ മനുഷ്യന് വേണ്ടി യസ്തഗ്ഫിറൂന ലഹു, വൈകുന്നേരം വരെ സുഖമില്ലാത്ത ആളെടുത്ത് അതിരാവിലെ പോയ ആൾക്ക് വേണ്ടി 70,000 മലക്കുകൾ അവന് വേണ്ടി പൊറുക്കലിനെ ചോദിക്കും. വൈകുന്നേരം സുഖമില്ലാത്ത ആളെടുത്ത് പോയ മനുഷ്യന് വേണ്ടി അതാ 70,000 മലക്കുകൾ നേരം വെളുക്കുന്നത് വരെ പ്രാർത്ഥിക്കുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. അപ്പൊ എത്ര കൂലിയാ നമുക്ക് കിട്ടുന്നത്? അതിന്റെ ഒക്കെ പുറമെ അപ്പൊ ഞാൻ ഇത് എന്തിനാ പറയുന്നത്? കാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യണം. അതിന് നമ്മൾ പിന്നോട്ടിക്കാൻ പാടില്ല. ഈ കാരുണ്യ പ്രവർത്തനം പറഞ്ഞാൽ എന്താണ്? വെറും ഒരു കാശ് കൊടുക്കലല്ല, വെറും ഒരു ഭക്ഷണം കൊടുക്കലല്ല. സുഖമില്ലാത്ത ആളെടുത്ത് പോണം, പോയിക്കൊണ്ടിരിക്കണം. അവർക്ക് വേണ്ട നമ്മളെ പോക്ക് തന്നെ അവർക്കൊരു സമാധാനമാണ്. അപ്പൊ നമ്മൾ പോയി, ഉദാഹരണം പറയുകയാണെ സുഖമില്ലാത്ത ആളെടുത്ത് നമ്മൾ പോയി, ആ പോയാല് നമ്മൾ എന്താ ചെയ്യേണ്ടത് അതും കൂടി നമ്മൾ പഠിക്കണം. അപ്പോഴാണ് നമുക്ക് ആ കാരുണ്യ പ്രവർത്തനത്തിന്റെ ഒരു പൂർത്തീകരണം നമുക്ക് ലഭിക്കുന്നത്. നമ്മളിപ്പോ സാധാരണ സുഖമില്ലാത്ത ആളെടുത്ത് പോയാൽ എന്താ ചെയ്യാ? പോവും, നിങ്ങൾക്ക് സുഖമുണ്ടോ, എങ്ങനെയുണ്ട്? ഈ ഒരൊറ്റ ചോദ്യത്തിന് നമ്മൾ ഇതാക്കും കുറച്ച് ഇരിക്കും, നമ്മൾ വരും. അങ്ങനെയാണോ വേണ്ടത്? ഞാൻ ഇടയിൽ ഉണർത്തുന്നു മാത്രമാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു രോഗിയുടെ അടുത്ത് പോയി, സുഖമില്ലാത്ത ഒരാളടുത്ത് പോയി. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശ്രദ്ധിക്കണം. ആ രോഗിന്റെ അടുത്ത് പോയിട്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒന്ന് ആ സുഖമില്ലാത്ത ആളെടുത്ത് അദ്ദേഹത്തിന്റെ നെറ്റിയിൽ, അദ്ദേഹത്തിന്റെ തലയിൽ കൈവച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു. മുത്തുനബി പ്രാർത്ഥിച്ചു. അപ്പൊ നമ്മൾ അങ്ങനെ ചെയ്യണം. സുഖമില്ലാത്ത ആളെടുത്ത് പോയിട്ട് ഒന്ന് നമ്മളെ കൈ അവരെ തലയിലും നെറ്റിയിലൊക്കെ വെച്ചാൽ ആ വക്കൽ വലിയൊരു സമാധാനമാണ്, അവർക്ക് വലിയൊരു ആശ്വാസമാണത്. കണ്ടാ? അപ്പൊ നമ്മൾ അതൊന്ന് ചെയ്യാൻ നോക്കണം ഇടയിൽ. പിന്നെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ സുഖമില്ലാത്ത ആളെടുത്ത് പോയാൽ അവരോട് ചോദിക്കും, നിങ്ങൾക്ക് എന്താ വേണ്ടത്? നിങ്ങൾക്ക് എന്ത് വേണമെന്ന് ചോദിക്കും. ഒരു ഹദീസിൽ കാണാം, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു സ്ഥലത്ത് ഒരു സുഖമില്ലാത്ത ആളെടുത്ത് പോയിട്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, നിങ്ങൾക്ക് കേക്ക് വേണോന്ന് ചോദിച്ചു. നല്ല മധുര കേക്ക് വേണോന്ന് വെച്ചു. ആ രോഗി പറഞ്ഞു, എനിക്ക് വേണോന്ന് പറഞ്ഞു. അങ്ങനെയുള്ള ഒരു കേക്ക്, ഈ രോഗി ആഗ്രഹിക്കുന്ന ഒരു കേക്ക് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ രോഗിക്ക് എത്തിച്ചു കൊടുത്തു. നമ്മൾ ആദ്യം ചിന്തിക്കണം, ചോദിച്ചാൽ എത്തിച്ചു കൊടുക്കാൻ പറ്റുന്ന കാര്യങ്ങൾ ചോദിക്കണം. രോഗിക്ക് ആ സാഹചര്യത്തിന് കഴിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ആവശ്യങ്ങൾ നമ്മൾ ചോദിക്കണം. ഞാനിത് പറയുന്നത് എന്തിനാ? ഈ നിലക്കായിരുന്നു സിദ്ദീഖ് തങ്ങൾ രോഗികളെ സന്ദർശിച്ചത്. രോഗികളെ സന്ദർശിച്ചാൽ
ചെറിയ കൂലിയൊന്നല്ല അതുകൊണ്ട് കിട്ടുന്നത്. നാളെ പരലോകത്തെത്തിയാൽ ആ അന്ത്യനാളിൽ വെച്ച് അല്ലാഹു തആല എന്നോടും നിങ്ങളോടും അവിടുന്ന് ചോദ്യം ചെയ്യും. ഓരോ അടിമകളോടും അല്ലാഹു പല നിലക്കുള്ള ചോദ്യം അവിടുന്ന് ചെയ്യും. ആ കൂട്ടത്തിൽ അല്ലാഹു തആല ചോദിക്കുന്ന ഒരു ചോദ്യം, എനിക്ക് സുഖമില്ലാതെ ഞാൻ കിടക്കുന്ന സമയത്ത് നീ എന്തേ എന്നെ വന്ന് കാണാതിരുന്നത്? എന്റെ അടുത്ത് വന്ന് എന്റെ സൂക്കടുകളെ പറ്റി നീ എന്തേ അന്വേഷിക്കാതിരുന്നത് എന്ന് പരലോകത്ത് റബ്ബ് ചോദ്യം ചെയ്യുന്ന സമയം ആ റബ്ബിനോട് ഈ അടിമ അങ്ങ് പറയും, റബ്ബേ, യജമാനനായ നീ എങ്ങനെയാണ് രോഗിയാവുക? യജമാനനായ നീ എങ്ങനെയാണ് രോഗിയാവുക? ആ സമയത്ത് റബ്ബ് പറയും, എന്റെ രോഗത്തെ പറ്റി നിനക്കറിയില്ലേ? ഇന്ന് എന്റെ അടിമ നിന്റെ വീടിന്റെ തൊട്ടടുത്ത് വെച്ച് പനിയായി കടന്നിരുന്നില്ലേ? ഇന്ന് എന്റെ അടിമ നിന്റെ നാട്ടിൽ സുഖമില്ലാത്ത ദിവസങ്ങളോളം കടന്നില്ലേ? നീ ഏതെങ്കിലും ഒരു ദിവസം ആ സുഖമില്ലാത്ത ആളെ പോയി ഒന്ന് അന്വേഷിച്ചിരുന്നു? ആ സുഖമില്ലാത്ത ആളെടുത്ത് പോയി അവന്റെ വിഷമങ്ങൾ നീ ഒന്ന് ആവശ്യപ്പെട്ടിരുന്നു? അവന്റെ പ്രശ്നങ്ങൾക്ക് നീ ഒന്ന് പരിഹാരം നൽകാൻ വേണ്ടി നീ പ്രവർത്തിച്ചിരുന്നോ എന്ന് റബ്ബ് നാളെ ചോദ്യം ചെയ്യും മുഅ്മിനീങ്ങളെ. അതുകൊണ്ട് വളരെ സ്നേഹത്തോടെ പറയാണ്, സിദ്ദീഖുൽ അക്ബർ തങ്ങൾ പഠിപ്പിച്ചതുപോലെ, പൂർവീകരായ മഹാന്മാർ കാണിച്ചു തന്നതുപോലെ എല്ലാ അദബ് മര്യാദകളും പാലിച്ചുകൊണ്ട് പരിസരത്തും അയൽവക്കത്തും കുടുംബത്തിലും നാട്ടിലുമുള്ള അസുഖമുള്ള ആളുകളടുത്തൊന്ന് പോവണേ, അവരുടെ വിശേഷങ്ങളൊന്ന് അന്വേഷിക്കണേ. അവർക്ക് മരുന്ന് മേടിക്കാൻ കഴിയുന്നില്ലെങ്കിൽ എത്രയോ പാവപ്പെട്ട വീടുകളുണ്ട്, എത്രയോ പാവപ്പെട്ട ആളുകളുണ്ട്. ഒരു മാസത്തിൽ 5000-ലേറെ മരുന്നിന് മാത്രം ചെലവ് വരുന്ന വീടുകളുണ്ട്. അവർക്ക് വല്ലാത്ത വിഷമമാണ്. അത്രക്കാരെ അന്വേഷിച്ച് പിടിച്ചുകൊണ്ട് അവർക്ക് വേണ്ട മരുന്നിന്റെ സഹായങ്ങൾ ചെയ്തു കൊടുക്കണേ. മഹാനായ റിഫായി ശൈഖ് തങ്ങളുടെ ബർക്കത്ത് കൊണ്ട് ആ ഒരു കാരുണ്യ പ്രവർത്തനം ചെയ്യാൻ അല്ലാഹു ഞങ്ങൾക്ക് തൗഫീഖ് നൽകട്ടെ. റിഫായി ശൈഖ് തങ്ങൾ അങ്ങനെയല്ലേ ചെയ്തിരുന്നത്? സുഖമില്ലാത്ത ആളെ വീട്ടിൽ പോകും, വാർദ്ധക്യമുള്ള ആളുകള്, അങ്ങേയറ്റത്തെ വയസ്സായ ആളുകളുടെ വീട്ടിൽ പോകും. ഭർത്താക്കന്മാരില്ലാതെ കുടുങ്ങിക്കിടക്കുന്ന വിഷമത്തിൽ കഴിയുന്ന സ്ത്രീകളെ ആ വീടന്വേഷിച്ച് റിഫായി ശൈഖ് തങ്ങളും കൂടെയുള്ളവരും പോകും. അങ്ങനെ അന്വേഷിച്ചുകൊണ്ട് വിധവകളായ സ്ത്രീകൾക്ക് വിറകുകൾ എത്തിച്ചു കൊടുക്കും, വേണ്ട അരികളും സാധനങ്ങളും എത്തിച്ചു കൊടുക്കും. അതേപോലെ തന്നെ പ്രായമുള്ള ആളുകൾക്ക് വസ്ത്രങ്ങൾ അലക്കി കൊടുക്കും. സുബ്ഹാനല്ലാഹ്. റിഫായി ശൈഖ് തങ്ങൾ വയസ്സായ ആളുകളുടെ വസ്ത്രം അലക്കി കൊടുക്കുമായിരുന്നു. നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നുണ്ട്. ഇന്ന് സ്വന്തം വയസ്സായ വാപ്പാന്റെ വസ്ത്രം വരെ അലക്കി കൊടുക്കാൻ ആളുകളില്ല, കുറവാ. ബാപ്പാക്ക് അല്പം പ്രായമായി പോയാൽ ബാപ്പാന്റെ വസ്ത്രം അലക്കി കൊടുക്കുന്ന മക്കളില്ല. വയസ്സായ ഉമ്മയുടെ വസ്ത്രങ്ങൾ അലക്കി കൊടുക്കാൻ മടിയാണ്. റിഫായി ശൈഖ് തങ്ങൾ നാട്ടിലുള്ള സമൂഹത്തിലുള്ള ആരെങ്കിലും, അത് മുസ്ലിം മതം മാത്രം നോക്കിയിട്ടല്ല, ക്രിസ്ത്യാനികൾ, മുസ്ലിമല്ലാത്ത ഇതര മതസ്ഥരുടെ രോഗികളായ ആളുകൾക്ക് വേണ്ട സഹകരണങ്ങൾ റിഫായി ശൈഖ് തങ്ങൾ ചെയ്തിരുന്നു. ഒരുപാട് ക്രിസ്ത്യാനികളായ രോഗികൾക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തിരുന്നു. ആ പ്രവർത്തനം കണ്ടിട്ട് മാത്രം എത്രയോ ആളുകൾ ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ വളരെ സ്നേഹത്തോടെ പറയുകയാണ്, നമ്മൾ വയസ്സായ വാപ്പ വീട്ടിലുണ്ടെങ്കിൽ ആ വാപ്പാന്റെ ഡ്രസ്സ് കഴുകി കൊടുക്കാൻ നോക്കണം. അത് ഏറ്റവും വലിയൊരു കാരുണ്യ പ്രവർത്തനമാണ്. വയസ്സായ ഉമ്മയുടെ ഡ്രസ്സ് ഒരു ദിവസമെങ്കിലും ഒന്ന് അലക്കി കൊടുക്കാൻ വേണ്ടി ശ്രമിക്കണം. അത് വലിയൊരു കാരുണ്യ പ്രവർത്തനമാണ്. സുബ്ഹാനല്ലാഹ്. നമ്മളെ ഈ പരിസരത്ത് തന്നെ എത്രയുണ്ട്.
വയസ്സായ ആ ഉപ്പാനെ നല്ല വീട്ടിന്ന് അങ്ങോട്ട് വേറെ താമസിപ്പിക്കും. ഉമ്മാനെ അനിയന്റെ ആടെ അല്ലെങ്കിൽ പെങ്ങളാടൊക്കെ എന്നൊക്കെ പറഞ്ഞ് മാറ്റി താമസിപ്പിക്കുന്ന ആളുകള് അത് വലിയ അപകടമാണ്. അങ്ങനത്തെ ആളുകൾ വയസ്സായാൽ അവരുടെ മക്കളും അത് അങ്ങനെ തന്നെ ചെയ്യുള്ളൂ. ഉപ്പാന്റെ ഉമ്മാന്റെ വിഷയം ഒരു മനുഷ്യന് ഏറ്റവും വലിയ കാരുണ്യ പ്രവർത്തനം ആദ്യം ചെയ്യേണ്ടത് ഉപ്പാനോടും ഉമ്മാനോടാ. വീട്ടിലാ തുടങ്ങേണ്ടത്. വയസ്സായ ഉപ്പാക്കും ഉമ്മാക്കും ആവശ്യമുള്ള മരുന്നുകൾ എത്തിച്ചു കൊടുക്കണം. എത്രയോ പ്രായമുള്ള ആളുകളുണ്ട്, അവർക്കൊരു മരുന്ന് മേടിക്കാൻ വേണ്ടി മംഗലാപുരത്തേക്കും അതുപോലെയുള്ള സ്ഥലങ്ങളിലേക്ക് അവർ തന്നെ സ്വന്തം പോവണം. മനുഷ്യ റിഫായി ശൈഖ് തങ്ങളുടെ ചരിത്രം നീ എന്തേ മനസ്സിലാക്കാത്തത്? നീ എന്തേ മുത്തുനബി പഠിപ്പിച്ചത് മനസ്സിലാക്കാത്തത്? അള്ളാഹ് നിന്നോട് പരലോകത്ത് ചോദ്യം ചെയ്യില്ലേ? നിന്റെ ഉപ്പാനെയും ഉമ്മാനെയും നീ എന്തേ ആ ഉപ്പാനോടും ഉമ്മാനോടും കാരുണ്യ പ്രവർത്തനങ്ങൾ നീ എന്താ ചെയ്യാത്തത്? വല്ലാത്ത വിഷമമാണ്. സുബ്ഹാനല്ലാഹ്, ഉമ്മയോട് ഉപ്പയോട് അവര് പഴയ ലോകത്തുള്ളവരാണ്. ഉപ്പയാലും ഉമ്മയായാലും ഉപ്പയായാലും അവര് പഴയ ആളുകളാണ്. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അവിടെ നിസ്കാരം തുടങ്ങി. അപ്പൊ നമ്മളെ പെണ്ണുങ്ങൾ അവിടെ കുറെ ഇരുന്നിട്ടുണ്ട്. ലൈവ് പരിപാടിയാണ്. അപ്പൊ ഇപ്പൊ ഇടയിൽ വെച്ച് നമ്മളെ പരിപാടി മുറിഞ്ഞു പോയാല് അത് ഒരു ബുദ്ധിമുട്ടാകുന്നുണ്ട്. അപ്പൊ ഇൻഷാ അല്ലാഹ് നിസ്കാരം അവിടെ നടന്നോട്ടപ്പോ പെണ്ണുങ്ങളും ഒരുപാട് ഇവിടെ പരിപാടി ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പോ നിങ്ങൾ നോക്കി, ഞാൻ പറഞ്ഞുകൊണ്ട് വന്നത് ഉപ്പാന്റെ ഉമ്മാന്റെ കാര്യം. അവരോട് ആദ്യം നമ്മള് കാരുണ്യ പ്രവർത്തനം നടത്തണം. വല്ലാത്ത വിഷമമാണ്. നമ്മള് വലിയ സ്ഥാനം കിട്ടണമെങ്കിൽ നമ്മളിപ്പോ എല്ലാവരോടും പറയില്ല, ഒന്ന് ദ്വാരക്കണം ഉസ്താദ്, എന്റെ കച്ചവടത്തിന് നല്ല ബർക്കത്ത് കിട്ടണം, എന്റെ വീട്ടിൽ നല്ലൊരു അഭിവൃദ്ധിയോ ഐശ്വര്യം എനിക്ക് ലഭിക്കണം, നിങ്ങൾ നന്നായി ദ്വാരക്കണം എന്ന് പറയും. നമ്മൾ ആദ്യം ചെയ്യേണ്ട ദ്വാരക്കാൻ പറയണം. പക്ഷേ നമ്മൾ ഉന്നത സ്ഥാനത്തെത്താന് നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ ചെറിയ പരിപാടി നമ്മൾ ചെയ്താൽ മതി. ബാപ്പാനെ നല്ല നിലക്ക് സന്തോഷിപ്പിച്ചാൽ മതി, ഉമ്മാനെ നല്ല നിലക്ക് നമ്മൾ സന്തോഷിപ്പിച്ചാൽ മതി. നമുക്ക് വലിയ സ്ഥാനം തരും. നിങ്ങൾ കേട്ടില്ലേ, മഹാനായ സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിന്റെ കാലത്തുണ്ട് ഒരു സംഭവം. സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിന്റെ വാഹനം എന്തായിരുന്നു? കാറ്റിലൂടെ സഞ്ചരിക്കലായിരുന്നു സുലൈമാൻ നബിന്റെ വാഹനം. കാറ്റിലൂടെ സഞ്ചരിക്കുക അത്ഭുതമാണ്. സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിന്റെ കാലത്ത് അന്നത്തെ ഭരണാധികാരികൾ അക്രമികളായിരുന്നു, ധിക്കാരികളായിരുന്നു. ആ ഒരു സന്ദർഭം വന്നപ്പോ അള്ളാഹിനോട് സുലൈമാൻ നബി ചോദിച്ചതാ, പടച്ചോനെ, ഈ വലിയ അക്രമികളാകുന്ന ഭരണാധികാരികളോട് ചെറുത്തു നിൽക്കുന്ന അവരോടൊക്കെ എനിക്ക് പൊരുതി നിൽക്കാൻ പറ്റുന്ന ഭരണം, അതിനുള്ള കെൽപ്പ്, അങ്ങനെയുള്ള അധികാരം നീ എനിക്ക് തരണോ? അങ്ങനെ ചോദിച്ചപ്പോ അള്ളാഹ് കൊടുത്തതാ സുലൈമാൻ നബിക്ക്. എന്താ കൊടുത്തത്? മനുഷ്യന്മാർ മാത്രമല്ല, ജിന്നുകളും സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിന്റെ പട്ടാളക്കാരാണ്. നമ്മൾ അങ്ങനെ കേട്ടിട്ടുണ്ടോ? ജന്നുകളും ശൈത്താന്മാരെല്ലാം സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിന്റെ പട്ടാളക്കാരാണ്. അതോടൊപ്പം പക്ഷികള് സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിന്റെ ആളുകളാണ്. ഈ കാണുന്ന പറവകള്, മൃഗങ്ങള്, എല്ലാം സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിന്റെ ആളുകളാണ്. വല്ലാത്ത ഒരു അധികാരം തന്നെയാണ് അല്ലാഹു തആല സുലൈമാൻ നബിക്ക് കൊടുത്തത്. സുലൈമാൻ നബിന്റെ യാത്രയോ ഇന്നത്തെ കാലത്ത് ഉള്ളതുപോലെ ഹെലികോപ്റ്ററോ ഫ്ലൈറ്റോ അതൊന്നുമില്ല. ഒരു കാറ്റാണ് അന്നത്തെ വാഹനം സുലൈമാൻ നബിന്റെ. ഒരു ദിവസം സുലൈമാൻ നബി അലൈഹി ഇസ്ലാം, സുബ്ഹാനല്ലാഹ്, ഒരു ദിവസം മഹാനായ സുലൈമാൻ നബി അലൈഹിസ്സലാം അതാ കാറ്റിലൂടെ എത്രയോ വിദൂരത്തേക്കൊരു യാത്ര പോവുകയാണ്. ആ യാത്രയിൽ സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ കൂടെ കാറ്റാകുന്ന യാത്രയിൽ ജിന്നുകളുണ്ട്, മനുഷ്യരുണ്ട്, മറ്റു പട്ടാളക്കാരുണ്ട്. സുലൈമാൻ നബി അലൈഹിസ്സലാം കാറ്റിലൂടെ ഇങ്ങനെ യാത്ര ചെയ്യുന്ന സമയം, സുലൈമാൻ നബി അലൈഹി ഇസ്ലാം കാറ്റിലൂടെ യാത്ര ചെയ്യുന്ന സമയം ആയക്കടലിന്റെ മുകളിലേക്ക് സുലൈമാൻ നബി അലൈഹി ഇസ്ലാം എത്തി. ആയക്കടലിന്റെ മുകളിലേക്ക് സുലൈമാൻ നബി അലൈഹി ഇസ്ലാം എത്തിപ്പെട്ടു. ആ സമയത്ത് ആ സമുദ്രത്തിന്റെ മുകളിൽ നിന്ന് സുലൈമാൻ നബി അലൈഹിസ്സലാം ഈ സമുദ്രത്തിൽ എന്തോ ഒരു അത്ഭുതം കാണുകയാണ്.
സാധാരണ രീതിയിൽ സമുദ്രത്തിലുള്ള തിരമാലകൾ അടിച്ചു വീശാറുണ്ട്. പക്ഷേ ഒരു സ്ഥലത്തിൽ നിന്ന് വെള്ളം വല്ലാത്ത അത്ഭുതത്തോടെ മാറി മാറി അങ്ങ് അത് ഒലിച്ചു പോകുന്ന ഒരു അത്ഭുത രംഗം സുലൈമാൻ നബി കാണുകയാണ്. ഉടനെ തന്നെ സുലൈമാൻ നബി അലൈഹിസ്സലാം ഈ കാറ്റാകുന്ന വാഹനത്തെ അവിടെ നിർത്തിക്കൊണ്ട് കൂടെയുള്ള ആളുകളോട് പറയുകയാണ്. കൂടെയുള്ള ആളുകളാരാ? ബഹുമാനപ്പെട്ട സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ പട്ടാളക്കാരാകുന്ന ജിന്നുകൾ കൂടെയുണ്ട്. ആ ജിന്നുകളെ കൂട്ടത്തിൽ ഇഫ്രീത്ത് എന്ന് പറയുന്ന വർഗം സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ പട്ടാളത്തിലുണ്ട്. സുലൈമാൻ നബി അലൈഹിസ്സലാം ഇഫ്രീത്തിനോട് പറയുകയാണ്, ഇഫ്രീത്ത്, ഈ കാണുന്ന സമുദ്രത്തിൽ എന്തോ ഒരു അത്ഭുതം കാണുന്നുണ്ട്. ആ സമുദ്രത്തിൽ പോയി ഒന്ന് മുങ്ങി നോക്കണം. ആ സമുദ്രത്തിൽ കാണുന്ന അത്ഭുതം എന്താണെന്ന് ഒന്ന് പരിശോധിക്കണം എന്ന് മഹാനായ സുലൈമാൻ നബി അലൈഹിസ്സലാം ഇഫ്രീത്ത് എന്ന ജിന്നിനോട് പറഞ്ഞപ്പോൾ ആ ഇഫ്രീത്ത് എന്ന ജിന്ന് ആ സമുദ്രത്തിൽ അവിടെ ഇറങ്ങുകയാണ്. സമുദ്രത്തിൽ ഇറങ്ങി ഇഫ്രീത്ത് എന്ന ജിന്ന് സമുദ്രത്തിന്റെ ഉള്ളിൽ പരിശോധിക്കുന്ന എന്താ അത്ഭുതം? എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇഫ്രീത്ത് എന്ന ജിന്ന് സമുദ്രത്തിന്റെ ഉള്ളിലൂടെ പരിശോധിച്ചു നോക്കുന്ന സമയം ആ സമുദ്രത്തിന്റെ ഉള്ളിൽ ഇഫ്രീത്ത് എന്ന ജിന്ന് ഒരു താബൂത്ത് എത്തിക്കുകയാണ്. സുന്ദരമായ ഒരു പെട്ടിയാണ് ഇഫ്രീത്തിന് കാണാൻ സാധിച്ചത്. വല്ലാത്ത അത്ഭുതകരമാകുന്ന ഒരു പെട്ടി. ഇത് കണ്ട ഉടനെ സുലൈമാൻ നബി അലൈഹിസ്സലാമിന് വിവരം കൊടുത്തു. ഞാൻ പോയി പരിശോധിക്കുമ്പോൾ സമുദ്രത്തിൽ ഒരു സുന്ദരമായ ഒരു പെട്ടി എനിക്ക് കാണാൻ സാധിച്ചു. ആ പെട്ടിയെ പറ്റി ഇഫ്രീത്ത് എന്ന ജിന്ന് സുലൈമാൻ നബി അലൈഹിസ്സലാമിനോട് പരാമർശിച്ചപ്പോ സുലൈമാൻ നബി അലൈഹിസ്സലാം പറഞ്ഞു, എന്നാ പെട്ടി ഒന്ന് എന്റെ മുമ്പിലേക്ക് കൊണ്ടുപോവാ. സമുദ്രത്തിന്റെ ഉള്ളിൽ കണ്ട ആ പെട്ടി അതെന്റെ മുമ്പിലേക്ക് ഒന്ന് കൊണ്ടുപോവാ, നോക്കട്ടെ ആ പെട്ടിയിൽ എന്താണ്. ഇഫ്രീത്ത് എന്ന ജിന്ന് ഈ പെട്ടി അങ്ങ് കൊണ്ടുകൊടുക്കുകയാണ് സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ അരികിലേക്ക്. സുലൈമാൻ നബി അലൈഹിസ്സലാം പെട്ടി തുറക്കാൻ വേണ്ടി പരിശ്രമിച്ചു. പെട്ടി തുറക്കാൻ സാധിക്കുന്നില്ല. കാരണം ഈ പെട്ടി തുറക്കാനുള്ള അതിനുള്ള ഒരു ഡോറ്, ഒരു കവാടം ഈ പെട്ടിക്ക് കാണുന്നില്ല. ആ സമയത്ത് മഹാനായ സുലൈമാൻ നബി അലൈഹിസ്സലാം അല്ലാഹുവിനോടങ്ങ് പറയുകയാണ്, അല്ലാഹ്, ഈ പെട്ടി ബിസ്മില്ലാ, ഇതിന്റെ ബർക്കത്ത് കൊണ്ട് എനിക്ക് നീ തുറന്നു തരണേ. ബിസ്മി അങ്ങ് കൂട്ടിയപ്പോൾ സമുദ്രത്തിന്റെ ആയത്തിൽ നിന്ന് ഈ പെട്ടി അങ്ങ് ഇഫ്രീത്ത് കൊണ്ടുപോയി കൊടുത്ത സമയം ആ പെട്ടി അങ്ങ് സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ മുമ്പിൽ വെച്ച് പെട്ടി അങ്ങ് തുറന്നുപോയി. ആ പെട്ടി തുറന്നപ്പോൾ സുബ്ഹാനല്ലാഹ്, ആ പെട്ടിന്റെ ഉള്ളിൽ ഒരു ചെറുപ്പക്കാരൻ സുജൂദിലായി കാണുന്നു. സുലൈമാൻ നബി അലൈഹിസ്സലാം അത്ഭുതപ്പെട്ടുപോയി. പെട്ടിന്റെ ഉള്ളിൽ, ആഴക്കടലിന്റെ ഉള്ളിൽ ഒരു പെട്ടിക്കുള്ളിൽ ഒരു ചെറുപ്പക്കാരനാണല്ലോ, അതും സുജൂദിലാണല്ലോ. ആ പെട്ടി അങ്ങ് തുറന്നു നോക്കിയപ്പോ സുജൂദിൽ കഴിയുന്ന ഈ ചെറുപ്പക്കാരനോട് സുലൈമാൻ നബി അലൈഹിസ്സലാം സുജൂദിൽ നിന്ന് എണീറ്റ ഉടനെ അസ്സലാമു അലൈക്കും എന്ന സലാം പറഞ്ഞുകൊണ്ട് സുലൈമാൻ നബി പറയുകയാണ്, അന സുലൈമാൻ അന നബിയും മിൻ അംബിയാ ഇല്ലാ, ഞാൻ നബിയാണ് മോനെ. അന്ത മിനൽ ഇൻസി അമൻ ജിനൽ ജിന്നി, നീ ജിന്ന് വർഗത്തിൽപ്പെട്ട ആളാണോ അല്ല നീ മനുഷ്യവർഗത്തിൽപ്പെട്ട ആളാണോ? സമുദ്രത്തിന്റെ ഉള്ളിലുള്ള പെട്ടിയിൽ സുജൂദിൽ കഴിഞ്ഞിരുന്ന ആ ചെറുപ്പക്കാരൻ സുലൈമാൻ നബിയോട് പറയാണ്, അനമിനൽ ഇൻസ്, ഞാനൊരു മനുഷ്യനാണ്, ഞാനൊരു മനുഷ്യനാണ്. ഞാനൊരു മനുഷ്യനാണ്. നീ എങ്ങനെയാണ് ഈ സമുദ്രത്തിന്റെ ഉള്ളിൽ ഒരു പെട്ടിയിൽ എങ്ങനെ എത്തിപ്പെട്ടെ? ഇത് വല്ലാത്തൊരു അത്ഭുതമാണല്ലോ.
ആ സമയത്ത് ആ ചെറുപ്പക്കാരൻ പറഞ്ഞ മറുപടി, എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മളെ കഥ മനസ്സിലാക്കണം. ഒരു ഉപ്പാന്റെ ഉമ്മാന്റെ പവർ ചെറുതല്ല. അത് സൂചിപ്പിക്കാൻ വേണ്ടിയാണ് ഞാൻ പറയുന്നത്. ആ സമുദ്രത്തിന്റെ ഉള്ളിലുള്ള പെട്ടിയിൽ സുജൂദിൽ കഴിഞ്ഞിരുന്ന ചെറുപ്പക്കാരൻ മഹാനായ സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിനോട് പറയാണ്, മഹാനവരികളെ, ഞാൻ ഇന്നാലിന്ന നാട്ടിലായിരുന്നു ഞാൻ ജീവിച്ചിരുന്നത്. എന്റെ കൂടെ എന്റെ ഉപ്പയുണ്ടായിരുന്നു, ഉമ്മയുണ്ടായിരുന്നു. എന്റെ ഉമ്മാക്ക് നന്ന അങ്ങ് വയസ്സായി പോയി. ഉമ്മാക്ക് നല്ല വയസ്സായ സമയം, ഉമ്മാക്ക് പിന്നെ കടന്ന സ്ഥലത്തിൽ നിന്ന് എണീക്കാൻ പറ്റാത്ത സമയം. ആ സമയത്ത് ഉമ്മ, വയസ്സായ എന്റെ ഉമ്മ ഓരോ ആഗ്രഹങ്ങളും മക്കളാകുന്ന നമ്മളോട് പറയും, എനിക്ക് ഇന്ന സ്ഥലത്ത് പോകണം, എനിക്ക് ഇന്നത് വേണം. ആ സമയത്ത് എന്റെ കൂടെയുള്ള ആളുകൾ, എന്റെ ജ്യേഷ്ഠാനുജന്മാർ ഉമ്മയോട് പറയും, ഈ പ്രായമുള്ള സമയത്ത് അവിടെയും ഇവിടെയും പോകേണ്ട ഒരു സമയമല്ല. ഈ വയസ്സായ സമയം ഒതുങ്ങിക്കിടക്കേണ്ട സമയമാണ്. ഇന്ന് നമ്മളെ കൂട്ടത്തില് ചില ആളുകൾ വയസ്സായ ഉമ്മയോട് പറയുന്ന മറുപടി, വയസ്സായ ഉപ്പയോട് പറയുന്ന മറുപടി പറയാൻ പാടില്ല. ബഹുമാനപ്പെട്ട സുലൈമാൻ നബിയോട് ഈ ചെറുപ്പക്കാരൻ പറയുകയാണ്, ഈ ഉമ്മ ആവശ്യങ്ങൾ പറയുമ്പോൾ എന്റെ ജ്യേഷ്ഠാനുജന്മാർ പറയും, ഓ മക്കളെ, ആവശ്യങ്ങൾ പറഞ്ഞപ്പോ ആ സ്ഥലത്തൊന്നും ഉമ്മ ഇപ്പൊ പോണ്ട, ഉമ്മാടെ ഒന്ന് കടക്ക്. ഉമ്മാനോട് അങ്ങോട്ട് കൽപ്പിക്കും. ഉമ്മ കരയും. ആ കരയുന്ന സമയം വയസ്സായ എന്റെ ഉമ്മാനെ ഞാൻ എന്റെ കൈ കൊണ്ട് അങ്ങ് ചുമക്കും. എന്റെ പെരടി ഞാൻ ഉമ്മാക്ക് വാഹനമായി ഒന്ന് കൊടുക്കും. വാഹനമായി എന്റെ ഉമ്മാനെ ഞാൻ ചുമന്നുകൊണ്ട് ഉമ്മയോട് ഞാൻ ചോദിക്കാറുണ്ടായിരുന്നു, യാ ഉമ്മീ ഇലാ ഐന തുരീദീൻ വ തുഹിബ്ബീൻ, ഉമ്മാക്ക് എവിടെയാ പോകേണ്ടത്? ഇതാ ഉമ്മാ വാഹനമാകുന്ന ഞാനുണ്ടല്ലോ, എവിടെ വേണമെങ്കിലും ഉമ്മാനെ കൊണ്ടുപോകാനുള്ള മോനിതാ ഇവിടെ റെഡിയാണ്. ഉമ്മാനെ, വയസ്സായി കിടക്കുന്ന ഉമ്മാനെ രണ്ട് കയ്യിൽ ഞാൻ അങ്ങ് ചുമന്നുകൊണ്ട് പെരടിയിലിരുത്തിക്കൊണ്ട് അങ്ങാടിയിലൂടെ ഉമ്മ ആഗ്രഹിച്ച സ്ഥലങ്ങളിലേക്ക് ഞാൻ കൊണ്ടുപോകാറുണ്ടായിരുന്നു. ഒരു ദിവസം വയസ്സായ ഉമ്മയെ എന്റെ പെരടിയിൽ ഇരുത്തിക്കൊണ്ട് ഒരുപാട് സ്ഥലങ്ങൾ കാണിച്ചു കൊടുത്തു. തിരിച്ചു വീട്ടിലങ്ങ് അതാ കൊണ്ടുവന്ന് ഉമ്മയെ കടത്തിയപ്പോൾ ഉമ്മ വല്ലാത്ത കരച്ചിൽ കരയുകയാണ്. ഉമ്മ എന്നോടങ്ങ് പറയുകയാണ്, മോനെ, ഈ വയസ്സായി കിടക്കുന്ന എന്നെ മറ്റുള്ള മക്കളാരും ശ്രദ്ധിക്കാത്ത സമയം എന്റെ പൊന്നുമോൾ എന്നെ ആഗ്രഹിച്ച സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോയല്ലോ. പടച്ചോന് നിനക്ക് വലിയ സ്ഥാനം തരട്ടെ. വയസ്സായ ഉമ്മാന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വന്നുകൊണ്ട് ആ ഉമ്മ മോൻക്ക് ദ്വാർക്കുകയാണ്, അല്ലാഹു നിന്നെ ഉന്നത സ്ഥാനത്തെത്തിക്കട്ടെ. ഒരാൾക്കും അല്ലാഹു കൊടുക്കാത്ത ഒരു ഇടം എന്റെ മകൻ അല്ലാഹു നൽകട്ടെ. സുബ്ഹാനല്ലാഹ്. മാഷാഅല്ലാഹ്. നമ്മളെ അങ്ങനെ ആ ഉമ്മാന്റെ ഒരു ദുആ ആണ് എനിക്ക് ഈ സമുദ്രത്തിന്റെ ഉള്ളിൽ ഈ പെട്ടിയിൽ സുന്ദരമായ നിലയ്ക്ക് എനിക്ക് കഴിയാൻ അള്ളാഹു തന്ന ഒരു വലിയൊരു സ്ഥാനം. അപ്പൊ സുലൈമാൻ നബി ചോദിച്ചു, അപ്പോ ഭക്ഷണം എവിടുന്നാ കിട്ടുന്നതെന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു, പെട്ടിയുടെ ഉള്ളിൽ കഴിയുന്ന എനിക്ക് വിശപ്പ് വരുമ്പോ അല്ലാഹു തആല എനിക്ക് ഭക്ഷണം എത്തിച്ചു തരികയാണ്. ദാഹമുണ്ടാകുമ്പോ അല്ലാഹു തആല എനിക്ക് കുടിക്കാൻ വെള്ളം തരികയാണ്. അപ്പൊ ഉമ്മാന്റെ ദുആ കണ്ടോ നിങ്ങൾ? അതുകൊണ്ട് വളരെ സ്നേഹത്തോടെ പറയാം, നമ്മളെ ഈ നാട്ടിലുള്ള സംഘ കുടുംബങ്ങൾ കാരുണ്യ പ്രവർത്തനങ്ങൾ സജീവമാകുമ്പോ നമ്മളെല്ലാവരും അതിലൊന്ന് കൈകോർത്തു കൊടുക്കുക.
ആദ്യം വീട്ടിൽ നിന്ന് തുടങ്ങുക കാരുണ്യ പ്രവർത്തനങ്ങൾ. വയസ്സായ ഉമ്മാക്ക് വേണ്ട മരുന്നുകൾ എത്തിച്ചു കൊടുക്കുക. ഇൻഷാ അല്ലാഹ് ഓരോ വീടുകളിലും ആരൊക്കെ വിഷമിക്കുന്നുണ്ട്, ആരൊക്കെ മരുന്നില്ലാതെ ബുദ്ധിമുട്ടുന്നുണ്ട്, അതൊക്കെ ഇൻഷാ അല്ലാഹ് നമ്മളെ സംഘാടകർ അന്വേഷിക്കാനിരിക്കുകയാണ്. അങ്ങനെ ഒരു ലിസ്റ്റ് തന്നെ ഇൻഷാ അല്ലാഹ് റെഡിയാക്കാൻ ഇരിക്കുകയാണ്, അങ്ങനെ അറിയിക്കുന്നുണ്ട്. അപ്പോ നാട്ടിൽ ആരൊക്കെ സുഖമില്ലാത്ത ആളുകളുണ്ട്, അങ്ങനെ ഒരു ലിസ്റ്റ് തന്നെ ഇൻഷാ അല്ലാഹ് നമ്മളെ ഇവിടുത്തെ സംഘ കുടുംബങ്ങൾ ഒന്ന് എടുക്കാൻ പോവാണ്. അതുപോലെ തന്നെ മരിച്ച വീട്ടിലേക്ക് അൽഹംദുലില്ലാഹ് ഈ ഭാഗത്തൊക്കെ നല്ല പ്രവർത്തനം, നല്ല ഊർജ്ജസ്വലരായ പ്രവർത്തകരാണ് ഈ നാട്ടിലുള്ളത്. അതൊന്നും പോരാ, ഏടത്തേക്ക് എത്തുന്നില്ല. ഇനിയും നമ്മൾ വളരണം. കാലത്തിനൊത്ത് കാരുണ്യ പ്രവർത്തനങ്ങൾ നമ്മൾ വ്യാപിപ്പിക്കേണ്ടതുണ്ട്. ഒരുപാട് മക്കള് ബാഗ്, നാൾ പ്രസിഡന്റ് പറഞ്ഞു, നമ്മളിപ്പോ മദ്രസന്റെ കീഴിലൊക്കെ പ്രവർത്തിക്കുമ്പോ എത്രയോ മക്കൾക്ക് നല്ലൊരു ബാഗ് മേടിക്കാൻ വരെ കാശില്ലാത്ത എത്രയോ വീടുകളുണ്ട്, പുസ്തകങ്ങൾ മേടിക്കാൻ പറ്റാത്ത, അങ്ങനൊക്കെ പ്രവർത്തനങ്ങൾ കാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിലും എത്താത്ത വീടുകളുണ്ട്, എത്താത്ത സ്ഥലങ്ങളുണ്ട്. ആ സ്ഥലങ്ങൾ തേടിപ്പിടിച്ച് നല്ല കാരുണ്യ പ്രവർത്തനങ്ങൾ ഇൻഷാ അല്ലാഹ് നമുക്കെല്ലാവർക്കും ഒരു ഉമ്മ പെറ്റ മക്കളെ പോലെ അൽഹംദുലില്ലാഹ് ഈ നാട് അങ്ങനെയാ. ഈ നാട്ടിൽ SSF-ഉം SYS-ഉം ഇവിടുത്തെ മുസ്ലിം ജമാഅത്തും ഇവിടുത്തെ കമ്മിറ്റിക്കാർ എല്ലാത്തിനും മുകളിൽ ഈ മഹല്ലിന്റെ കമ്മിറ്റി ഭാരവാഹികൾ എന്തിനും നല്ല ഒരു കൈകോർത്ത് കൊടുക്കും, എന്തിനും നല്ലൊരു തുണയായി കൊടുക്കും. അങ്ങനെ എല്ലാം കൊണ്ടും അനുഗ്രഹീതമാണ് നമ്മുടെ ഈ നാട്. മാഷാ അല്ലാഹ് നമ്മളുടെ SYS കർണാടക സ്റ്റേറ്റിന്റെ സെക്രട്ടറി ബഹുമാനപ്പെട്ട മോണ്ടുകോളി ഉസ്താദ്, അല്ലാഹു ആഫിയത്ത് കൊടുക്കുമാറാവട്ടെ, അല്ലാഹു ദീർഘായുസ്സ് കൊടുക്കുമാറാവട്ടെ. നല്ല പ്രവർത്തനാണ്. ഞാൻ 2011, 10, 9 കാലഘട്ടത്തിൽ മർക്കസിലേക്ക് പഠിക്കുന്ന കാലത്തൊക്കെ അവിടൊക്കെ വന്ന് രാത്രിയിൽ ദഅവ ക്ലാസ് എടുത്തത് ഇന്നും എനിക്ക് ഓർമ്മയുണ്ട്. അങ്ങനെ നല്ല പ്രവർത്തനം, കാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന വലിയ വലിയ നേതൃത്വമാണ് ഈ നാട്ടിനുള്ളത്. അല്ലാഹു തആല അവർക്കൊക്കെ ആഫിയത്തും ഇൻഷാ അല്ലാഹ്. ഇനിയിപ്പോ നമ്മളെ സയ്യിദ് അവരുകൾ ഇങ്ങോട്ട് വരും. അപ്പൊ അതിനു മുമ്പ് ഈ നേതൃത്വങ്ങളൊക്കെ നിങ്ങളോട് ആശംസകൾ അറിയിക്കും. അപ്പോ അതിന് വേണ്ടിയിട്ട് ഞാൻ നിർത്തുകയാണ്. അല്ലാഹു തആല നമുക്കൊക്കെ ഒരുപാട് നല്ല പ്രവർത്തനങ്ങൾ ചെയ്യാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു, ഈ നാട്ടിന്റെ ഒരു ഒത്തൊരുമ അല്ലാഹു തആല ഖിയാമത്ത് നാൾ വരെ നിലനിർത്തി തരുമാറാവട്ടെ. ഇന്നലെ ഒരു തമാശ ഇവിടെ പറഞ്ഞു. എന്താണെന്ന് വെച്ചാല് ഇപ്പോ SSF ആയാലും SKSF-ന്റെ നമ്മളെ ഹൈദരാജ് പറഞ്ഞ ഉസ്താദ് നമ്മളെല്ലാം ഇവിടെ ഒന്നാ. കാരണം സ്റ്റേജ് നമ്മളെ കെട്ടിക്കൊടുക്കുന്ന ബുർദ പാടുന്ന മജ്‌ലിസിലേക്ക് എന്ന് പറഞ്ഞ് നല്ല വൈവിധ്യങ്ങൾ സ്വീകരിക്കുന്ന നാട്, നല്ല ഒരു ഐക്യം, എന്തൊരു റാഹത്താണ്. മാഷാ അല്ലാഹ്. അങ്ങനെ എല്ലാവരും ഒരു ഉമ്മ പെറ്റ മക്കളെ പോലെ കഴിയുന്ന സുന്ദരമായ നാട്. അല്ലാഹു തആല സുന്നത്ത് ജമാഅത്തിൽ അടിയുറച്ചു നിന്നുകൊണ്ട് മരിക്കുന്നത് വരെ നമുക്ക് ഒരു തസ്ബീഹ് മാലന്റെ മണികളെ പോലെ, ഒരു ഉമ്മ പെറ്റ മക്കളെ പോലെ നമുക്ക് ഒത്തൊരുമയോടെ ജീവിച്ച് നല്ല നിലക്ക് മരിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. സയ്യിദ് വരികൾ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കും. ഇവിടെ ഈ SSF-ന്റെ ആളുകൾ ഓരോരാളോട് ചില ആവശ്യങ്ങൾ പറഞ്ഞപ്പോൾ സഹായിച്ച ലിസ്റ്റ് ഉണ്ട്, അത് ബന്ധപ്പെട്ടവർ വയ്യ പറയും, അവർക്കൊക്കെ പ്രാർത്ഥിക്കും ഇൻഷാ അല്ലാഹ്. മരണപ്പെട്ടു പോയ ആളുകൾക്ക് പ്രത്യേക ഇവിടെ ദുആ ഉണ്ടാവും. ഇത്ര മാത്രം ഞാൻ പറഞ്ഞുകൊണ്ട് എന്റെ ഈ ഒരു ഉദ്ഘാടനം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന തിരുവാക്യത്തോടെ ഈ മഹത്തായ സംരംഭം ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.